പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിന്റെ ജീവകാലത്ത് സംഭവിച്ച ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. അബ്രഹാമിന്റെയും അവന്റെ മകനായ ഇസഹാക്കിന്റെയും ചരിത്രത്തിൽ നിന്ന് ചില ആത്മീക സത്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ചുരുക്കമായി പറഞ്ഞാൽ, അബ്രഹാം പിതാവായ ദൈവത്തിന്റെ നിഴലാണ്. തന്റെ വാഗ്ദത്ത സന്തതിയും ഏകജാതനുമായ ഇസഹാക്ക് കർത്താവായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തുവിന് നിഴലായി പഠിപ്പാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലെ പ്രധാന വ്യക്തികളായ, പ്രധാന വിഷയങ്ങളായ അബ്രഹാം, ഇസഹാക്ക്, അബ്രഹാമിന്റെ ഭവനത്തിലെ കാര്യ വിചാരകനായ ദാസനായ എലയാസർ എന്ന് 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ മുൻപുള്ള അധ്യായത്തിൽ ഈ ദമ്മേശേക്കുകാരനായ എലയാസർ എന്റെ ഭവനത്തിലെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണാം. അതുകൊണ്ട് ഈ ദാസൻ എലയാസർ ആണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ എലയാസർ പരിശുദ്ധാത്മാവിന് നിഴലായും ഈ ഇസഹാക്കിന് ഒരു ഭാര്യയെ ഒരുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 24-ാം അധ്യായത്തിൽ അത് പുതിയ നിയമ സഭയ്ക്ക് നിഴലായും നമുക്ക് പഠിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. 24-ാം അധ്യായം മുഴുവൻ വിവരിക്കണമെങ്കിൽ വളരെയേറെ സമയം ആവശ്യമാണ്. അതിന് ഞാൻ മുതിരുന്നില്ല. ചില പ്രധാന വിഷയങ്ങൾ മാത്രം ചുരുക്കമായി ദൈവമക്കളുടെ ചിന്തയ്ക്കായി വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നാം വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ, റിബേക്കായുടെ നേരെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ വായിച്ചത്. നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ? ആ ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. 1-2 വാചകങ്ങളിൽ ആ ചോദ്യം തീരുന്നെങ്കിലും അതൊരു നിർണായകമായ ചോദ്യമാണ്. അതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ചോദ്യത്തിന്റെ ഗൗരവവും അതിന്റെ വ്യാപ്തിയും. നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ഈ ചോദ്യം ചോദിക്കുന്നത് റിബേക്കായുടെ സഹോദരനായ ലാബാനും തന്റെ മാതാവും കൂടെയാണ് ചോദിക്കുന്നത്. ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിക്കുന്ന ആ പുരുഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ ഭവനത്തിലെ സകലത്തിനും കാര്യവിചാരകനായ ആ ദാസൻ എലയാസർ ആ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്നാണ് ചോദ്യം. റിബേക്ക ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വീട്, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവിടേക്ക് പോകുന്നുവോ എന്നാണ് ചോദ്യം. എങ്കിലും റിബേക്ക മറുപടി പറയുന്നു, ഞാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചിന്തിപ്പാനുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചുരുക്കമായി ഓർപ്പിക്കട്ടെ. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, 24-ാം അധ്യായത്തിലെ പ്രധാന വിഷയമായ അബ്രഹാം, ഇസഹാക്ക്, എലയാസർ, റിബേക്ക എന്നിങ്ങനെ 4 പ്രധാന വിഷയങ്ങൾ 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴലാണ്. ഈ ഇസഹാക്ക് ദൈവപുത്രനായ യേശുക്രിസ്തുവിന് നിഴലാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അബ്രഹാം തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിൽ ഒരു യാഗം കഴിക്കുവാനായി പോകുന്നതായി നാം കാണുന്നു. അബ്രഹാമിന് ദൈവ വെളിപ്പാടുണ്ടായി, ദൈവ ശബ്ദമുണ്ടായി. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെയും കൂട്ടി നീ മോറിയ മലയിൽ പോയി അവനെ അവിടെ യാഗം കഴിക്കണമെന്ന്. മറ്റാരോടും ആലോചന ചോദിക്കാതെ അബ്രഹാം ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലേക്ക് പോകുന്നതായി കാണുന്നു. മോറിയ മല ദൂരത്ത് കണ്ടപ്പോൾ തന്നോടുകൂടെ സഞ്ചരിച്ചിരുന്ന ഭൃത്യന്മാരെ അവിടെ ആക്കിയിട്ട് പിന്നീട് അബ്രഹാമും ഇസഹാക്കും തനിയെ പോകുന്നു. യാഗം കഴിക്കുവാനായി വിറകും കത്തിയും തീയും കയ്യിലെടുത്തിട്ടുണ്ട്. എന്നാൽ യാഗമൃഗമായ ആട്ടിൻകുട്ടി ഇല്ല, കാണാനില്ല അവിടെ. പക്ഷേ മകനായ ഇസഹാക്ക് അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ തീയും വിറകുമുണ്ട്, യാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന്. എന്നാൽ യാഗമൃഗം എന്ന് പറയുന്നത് ഈ ചോദിക്കുന്ന ആ വ്യക്തി തന്നെയാണെന്ന് ചോദിക്കുന്ന വ്യക്തിക്ക് മനസ്സിലായിരുന്നില്ല. പിതാവും മകനും കൂടെ
മോറിയ മലയിലേക്ക് പോയി. യാഗം കഴിക്കേണ്ട സ്ഥലമായി. അവിടെ അബ്രഹാം ഒരു യാഗപീഠം പണിതു. അവിടെ വിറകടുക്കി തന്റെ മകനെ ബന്ധിച്ച് യാഗപീഠത്തിന്മേൽ കിടത്തി. വെട്ടുവാനായി അബ്രഹാം കത്തിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ സംഭവത്തെ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോട് നിഴലായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിപ്പാൻ കഴിയും. അവിടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനസാക്ഷി അല്പം പോലും ഇല്ലാത്ത നിലയിൽ ഒരു പിതാവ് മകനെ യാഗമർപ്പിക്കുവാൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യാഗപീഠം പണിത് വിറകടുക്കി മകനെ ബന്ധിച്ച് യാഗപീഠത്തിൽ കിടത്തി. അവിടെ മനോഹരമായ രണ്ട് വിഷയങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, സ്വന്തം പുത്രനെ യാഗമാക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു പിതാവ്. രണ്ട്, പിതാവിന്റെ പൂർണ്ണ ഇഷ്ടത്തിനു വേണ്ടി മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അനുസരിക്കുവാൻ തയ്യാറാകുന്ന പുത്രൻ. ദൈവത്തിന് സ്തോത്രം. ഇത് തന്നെയാണ് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുക്രിസ്തുവിന്റെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകനായ യെശയ്യാവ് തന്റെ പ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: അവനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. ആത്മാവിൽ പ്രവചന ദൃഷ്ടിയ പ്രവാചകനായ യെശയ്യാവ് പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു തകർക്കപ്പെടുന്നതിനെ കുറിച്ച്, അവനൊരു അകൃത്യയാഗമായി തീരുന്നതിനെ കുറിച്ച്, പിതാവായ ദൈവം അവന് വരുത്തുന്ന കഷ്ടതയെ കുറിച്ച് ആത്മാവിൽ ദർശിച്ചുകൊണ്ട് എഴുതുകയാണ്. അവരെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പിതാവായ ദൈവം തന്റെ പുത്രനെ തകർത്തു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ തകർക്കപ്പെടുക എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞാടായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആ കുഞ്ഞാടിനെ വിശേഷിപ്പിക്കുമ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാ പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജഡശരീരത്തിൽ വെളിപ്പെട്ടത് ലോകസ്ഥാപനത്തിങ്കലല്ല. ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനത്തിൽ യേശുക്രിസ്തു ജഡശരീരത്തിൽ വെളിപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു ജഡശരീരത്തിൽ വെളിപ്പെട്ടത് പിന്നെയും നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. എങ്കിലും യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന്. അന്ന് പുത്രനായ ദൈവത്തിന് ഒരു അക്ഷരീക ശരീരമുണ്ടായിരുന്നില്ല, ഒരു ജഡശരീരമുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അന്നേ അറുക്കപ്പെട്ടിരുന്നു. അന്ന് അവൻ അറുക്കപ്പെട്ടിരുന്നത്, ഈ അറുക്കപ്പെടുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് തകർക്കപ്പെടുക എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പുത്രനായ ദൈവം ലോകസ്ഥാപനം മുതൽ തകർക്കപ്പെട്ടു. ശരീരത്തിലല്ല, പക്ഷേ മനസ്സിൽ, ആന്തരികമായി. പ്രത്യക്ഷമായ ശരീരത്തിലല്ല, ആന്തരികമായി യേശുക്രിസ്തു അന്നേ തകർക്കപ്പെടുകയായിരുന്നു. തകർക്കപ്പെട്ട് എന്നാൽ മനുഷ്യനെ രക്ഷിപ്പാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ലോകത്തിൽ മനുഷ്യവേഷത്തിൽ വന്നവതരിച്ചിട്ട് അവൻ രണ്ട് നിലയിൽ തകർക്കപ്പെടാനിടയായി. ഒന്ന്, ആന്തരികമായി തകർക്കപ്പെട്ടു. രണ്ട്, ശാരീരികമായി മുറിവേറ്റു. അതാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. പ്രവാചകൻ പറയുകയാണ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും. 53-ന്റെ 5-ാം വാക്യം. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ മുറിവേറ്റു, അവൻ തകർന്നു. ഈ മുറിവേൽക്കുന്നതും തകരുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായും അതിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൃശ്യമായ നിലയിലായിരിക്കില്ല, ആന്തരികമായി തകർക്കപ്പെട്ടു. അതേ സമയത്ത് അവൻ ബാഹ്യമായി മുറിവേറ്റു. അതിക്രമങ്ങൾ നിമിത്തം തകർന്നും അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. ആന്തരികമായി തകർക്കപ്പെട്ടു.
ആന്തരികമായി തകർക്കപ്പെടുന്നത് ബാഹ്യമായി ഉണ്ടാകുന്ന മുറിവിനേക്കാൾ ഭയാനകമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ലോകസ്ഥാപനത്തിങ്കലെ സ്വന്തം ഇഷ്ടത്തിൽ തകർക്കപ്പെട്ട് ജഡശരീരം എടുത്തപ്പോൾ ജഡശരീരത്തിലും അവൻ ആന്തരികമായി തകർക്കപ്പെട്ടു, ബാഹ്യമായി മുറിവേറ്റു. ദൈവത്തിന് സ്തോത്രം. ആന്തരികമായി തകർക്കപ്പെട്ടത് ഏറ്റവും ഭയാനകമായ നിലയിൽ തകർക്കപ്പെട്ട ഗത്സമനയിൽ വെച്ചാണ്. പിതാവായ ദൈവം മുഴു ലോകത്തിന്റെയും പാപം പുത്രന്റെ മേൽ ചുമത്തി. പുത്രനായ ക്രിസ്തു സ്വമനസാലെ മുഴു ലോകത്തിന്റെയും പാപം തന്റെ മേൽ ഏറ്റെടുത്തു. അപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ ഹൃദയം പൊട്ടി രക്തം രോമകൂപങ്ങളിൽ കൂടെ വിയർപ്പ് തുള്ളികളായി നിലത്തു വീഴുവാനിടയായത്. അവിടെ വെച്ച് അവൻ മരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്, എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തു ശരീരത്തിൽ സഹിച്ച, അവന്റെ തലയിൽ മുൾക്കിരീടം വച്ചടിച്ചപ്പോൾ ഉണ്ടായ, അവന്റെ മുതുക് ഉഴവിച്ചാല് പോലെ അടിച്ച് നീളത്തിൽ കീറിയപ്പോൾ ഉണ്ടായ, കൈകാലുകളിൽ കാരിയും പാണികൾ അടിച്ചിറക്കിയപ്പോൾ ഉണ്ടായ വേദനയേക്കാൾ ഭയാനകമായിരുന്നു ഗത്സമനയിൽ മുഴുവനുഷ്യവർഗത്തിന്റെയും പാപം പിതാവായ ദൈവം അവന്റെ മേൽ ചുമത്തിയപ്പോൾ, അവൻ സ്വയം അത് ഏറ്റെടുത്തപ്പോൾ അവനുണ്ടായ വേദന. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. പിതാവിനെ നോക്കി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. തന്റെ മാനസികമായ വ്യഥയിൽ, മാനുഷികമായ ആ വ്യഥയിൽ താൻ പറഞ്ഞു പോയതാണ്. എങ്കിലും ഉടനെ പെരുത്തുകയാണ്, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. അവിടെ വെച്ചേ അവന് മരണം സംഭവിക്കാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു പാസ്റ്റർ സിലോണിലായിരിക്കുമ്പോൾ ഒരു ദിവസം താന് സിലോണിൽ നമ്മുടെ സെന്റർ ഓഫ് ഫെയ്ത്ത് ഹോമിലേക്ക് ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് വരികയായിരുന്നു. ആ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു. താന് പെട്ടെന്ന് ശാരീരികമായി ഒരു വിധത്തിൽ തകർന്ന അവസ്ഥയിൽ ആ അപകടത്തിൽപ്പെട്ട് തകർന്ന അവസ്ഥയിലായി. എന്നാൽ പുറമേ നോക്കിയാൽ ഒരു മുറിവും ഉണ്ടായിരുന്നില്ല. അപ്പോഴെ കണ്ടവർ വിചാരിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഈ പാസ്റ്ററെ അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറ്റി നമ്മുടെ സെന്റർ ഓഫ് ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുവന്നു. വരുമ്പോൾ തനിക്ക് പുറമേ ഒരു മുറിവും കാണാനില്ല. പക്ഷേ അവിടെ വന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ, ഓരോ ദിവസം കഴിയും തോറും താൻ ബലഹീനപ്പെടുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ താൻ രക്തം ഛർദ്ദിക്കുവാൻ തുടങ്ങി. 4ാമത്തെ ദിവസം താൻ മരിച്ചുപോയി. പുറമേ ഒരു മുറിവും ഉണ്ടായിരുന്നില്ലെങ്കിലും താൻ ആന്തരികമായി തകർക്കപ്പെട്ടിരിക്കുകയായിരുന്നു. തന്റെ ആന്തരികമായ എല്ലാ നിലയിലും താൻ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പുറമേ ഉണ്ടാകുന്ന മുറിവുകളെക്കാൾ കഠിനമാണ്, ഭയാനകമാണ് ആന്തരികമായി തകർക്കപ്പെടുക എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആന്തരികമായും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. മറ്റൊന്ന്, അവൻ ബാഹ്യമായും മുറിവേറ്റു. 2 നിലയിലാണ് ക്രിസ്തു തകരുന്നത്. 1, ആന്തരികമായി തകർക്കപ്പെട്ടു. 2, ബാഹ്യമായി മുറിവേറ്റു. ആ മുറിവുകൾ ഭയാനകമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ തലയിൽ മുൾക്കിരീടം വച്ചടിച്ചു. ചുരുക്കമായി പറഞ്ഞാൽ, മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞുണ്ടാക്കി. യഹൂദന്മാരുടെ രാജാവെന്നല്ലേ പറഞ്ഞത്? യവനൊരു കിരീടം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരരായ പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ടടിച്ചു. ഏതാണ്ട് 1.5 ഇഞ്ചോളം നീളം വരുന്ന അനേക മുള്ളുകൾ തലയോട്ടി പൊട്ടി ആഴ്ന്നിറങ്ങി. രക്തത്തുള്ളികൾ തലയിൽ നിന്ന് വാർന്നൊഴുകുകയാണ്. അത് മുഖത്തേക്കൊഴുകുന്നു. കരുണ കൂടാതെ പടയാളികൾ യേശുവിന്റെ മുഖത്തെ രോമം പിടിച്ചു പറിച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. മുഖത്തെ രോമം പിടിച്ചു പറിക്കുമ്പോൾ ആ ത്വക്കും മാംസവും കൂടെ പറിഞ്ഞിളകി. ഈ തലയോട്ടി പൊട്ടി ഇറങ്ങുന്ന രക്തവും ഈ മുഖത്തുകൂടെ ഒഴുകുന്ന രക്തവും കൂടെ ഇടകലർന്ന് ശരീരത്തിലേക്ക് തുള്ളി തുള്ളിയായി വീഴുവാനിടയായി. കരുണ കൂടാതെ അവന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. തുപ്പലും ഈ രക്തവും കൂടെ ഇടകലർന്നാണ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നത്. എത്ര ഭയാനകമാണ്! ദൈവത്തിന് സ്തോത്രം. ആ തലയിലുണ്ടായ ഒരു മുറിവ് മതി മനുഷ്യൻ മരിക്കാൻ. എങ്കിലും ഈ ഭയാനകമായ വേദന മുഴുവൻ, ഈ മുള്ളുകൾ കൊണ്ടുണ്ടായ കഠിനമായ മുറിവുകളെല്ലാം കർത്താവായ യേശുക്രിസ്തു സഹിക്കുകയായിരുന്നു.
സന്തോഷത്തോടെ സഹിച്ചു. അതിനേക്കാൾ ഭയങ്കരമായിരുന്നു ചമ്മട്ടി കൊണ്ടുള്ള അവന്റെ അടി. അവനെ അടിക്കുവാനായി കൊണ്ടുപോവുകയാണ് റോമൻ പടയാളികൾ. അടിക്കുവാനായി കൊണ്ടുപോയി അവനെ ബന്ധിച്ചിട്ട് ഭയാനകമായ നിലയിൽ ഉള്ള ചമ്മട്ടി, ഒരു കോലിന്റെ അറ്റത്ത് ഒന്നിലധികം വാറുകൾ ചേർത്ത് പിരിച്ചുണ്ടാക്കിയ ചമ്മട്ടി, അതിന്റെ അറ്റത്ത് മുൾക്കൊളുത്തുകൾ, എല്ലിൻ കഷ്ണങ്ങൾ, ഈയ ഉണ്ടകൾ ഇവ ബന്ധിച്ചിരിക്കുന്നു. ഈ ചമ്മട്ടി യേശുവിന്റെ പുറത്തേക്ക് ആഞ്ഞു പതിപ്പിച്ചു. മുൾക്കൊളുത്തുകൾ, എല്ലിൻ കഷ്ണങ്ങൾ ശരീരത്തിന്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി, ത്വക്കും മാംസവും കൂടെ പറിഞ്ഞിളകി. കരുണ കൂടാതെ വലിച്ചു പറിച്ചെടുക്കുമ്പോൾ മാംസവും ത്വക്കും കൂടെ പറിഞ്ഞിളകി. ഒന്നിലധികം പ്രാവശ്യം അവന്റെ മുതുകത്ത് ഇപ്രകാരം ചമ്മട്ടി കൊണ്ട് അടിച്ചതിനാൽ അവന്റെ മുതുക് ഒരു ഉഴവ് ചാല് പോലെ നീളത്തിൽ കീറി എന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ. അവർ എന്റെ മുതുക് ഉഴവ് ചാല് പോലെ നീളത്തിൽ കീറി. ദൈവത്തിന് സ്തോത്രം. ഈ മുറിവുകളെല്ലാം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചു. അതിനുശേഷമാണ് ഭാരമുള്ള ഒരു മരക്കുരിശ് തോളിൽ വെച്ചു കൊടുത്തു. അതുകൊണ്ട് അവൻ ഗോൽഗോഥ മലമുകളിലേക്ക് നടന്നു കയറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിലെ രക്തം വാർന്നൊഴുകി, ആരോഗ്യം ക്ഷയിച്ചു. തനിയെ നടക്കുവാൻ പോലും ത്രാണിയില്ലാത്ത യേശുവിന്റെ തോളിൽ ഭാരമേറിയ ഒരു പച്ച മരക്കുരിശ് വയ്ക്കപ്പെടുന്നു. ചുമക്കുവാൻ പ്രാപ്തിയില്ലാതെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. വീണും എഴുന്നേറ്റും അവൻ ഗോൽഗോഥ മലമുകൾ കയറുന്നു. വഴിനീള രക്തത്തുള്ളികൾ വീണ് മണ്ണ് കുതിരുന്നു. ഗോൽഗോഥ മലയുടെ മുകളിൽ എത്തിയപ്പോൾ അവനെ ക്രൂശിക്കുവാനായി അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നിലത്ത് കിടത്തി. യേശുവിനെ അതിന്റെ മേൽ മലർത്തി കിടത്തി. കൈകൾ രണ്ടും ഇരുവശങ്ങളിലേക്ക് വിരിച്ച്, കാലുകൾ ഒന്നെടുത്തതിന്റെ മുകളിൽ വെച്ച്, ഈ കൈകളും കാലുകളും മരക്കുരിശോട് ചേർത്താണികൾ തറച്ചിട്ട് അവിടെ ഉണ്ടാക്കിയ ഒരു കുഴിയിൽ ഈ മരക്കുരിശോടുകൂടെ യേശുവിനെ നാട്ടി നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തു, അവൻ ശരീരത്തിൽ സഹിച്ച മുറിവുകൾ, ശരീരത്തിൽ സഹിച്ച വേദനകൾ ഭയാനകമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തകർക്കപ്പെട്ട ക്രിസ്തു, നുറുക്കപ്പെട്ട ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെയും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ സ്വന്തം പിതാവിനാൽ തകർക്കപ്പെടുന്ന ഒരു പുത്രനെ നമുക്ക് കാണാം. ഇതുപോലെ ഗൊൽഗോഥായിൽ പിതാവിനാൽ കൈവിടപ്പെട്ട്, തകർക്കപ്പെട്ട്, നുറുക്കപ്പെട്ട്, കഷ്ടം സ്വയം ഏറ്റെടുത്ത്, വേദന സഹിച്ച്, രക്തം ഊറ്റിക്കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണാം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഇസഹാക്ക് പിന്നീട് ഒരു മണവാളനായി തീരുന്നതായി നാം കാണുന്നു. ഇതുപോലെ ഈ ക്രൂശിൽ മരിച്ച ക്രിസ്തു അധികം താമസിയാതെ ഒരു മണവാളന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. 24-ാം അധ്യായത്തിലെ പ്രധാന വിഷയം അബ്രഹാം, ഇസഹാക്ക്, എലയാസർ, റിബേക്ക എന്നുള്ളതാണ്. അബ്രഹാം പിതാവായ ദൈവത്തിനും, ഇസഹാക്ക് പുത്രനായ ക്രിസ്തുവിനും, ഈ എലയാസർ പരിശുദ്ധാത്മാവാം ദൈവത്തിനും, ഈ റിബേക്ക കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടിയായ തിരുസഭയ്ക്കും നിഴലാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തന്റെ വീട്ടിലെ ദാസനായ എലയാസർ എന്ന് 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എലയാസർ എന്ന് നാം ചിന്തിക്കുന്നു. എലയാസറിനെ വിളിച്ചിട്ടൊരു സത്യം ചെയ്യിക്കുകയാണ്. നീ പോകണം, എന്റെ മകന് ഒരു ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുവാൻ. ചുറ്റും പാർക്കുന്ന കനാന്യ കന്യകമാരുടെ ഇടയിൽ നിന്ന് നീ ഒരു ഭാര്യ എടുക്കയില്ല എന്ന്, എന്റെ മകൻ ഒരു ഭാര്യ എടുക്കയില്ല എന്ന് എന്നോട് സത്യം ചെയ്തിട്ട് നീ പോകണം. പോയി എന്റെ മകൻ ഒരു ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അബ്രഹാം എലയാസറിനെ അയക്കുന്നതായി നാം കാണുന്നു. എലയാസർ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് ഒരു സത്യം ചെയ്തിട്ട്, സത്യം ചെയ്യുന്നതിന് മുൻപ് എലയാസർ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീക്ക് എന്നോട് കൂടെ വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ അവിടേക്ക് കൊണ്ടുപോകണമോ? ഉടനെ അബ്രഹാം പറയുകയാണ്, എന്റെ മകനെ അവിടേക്ക് കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്ത്രീക്ക് നിന്നോടുകൂടെ വരാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. അങ്ങനെ എലയാസർ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് ഒരു സത്യം ചെയ്തിട്ട് പുറപ്പെട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, ഈ എലയാസർ പരിശുദ്ധാത്മാവിന് നിഴലാണ്. പരിശുദ്ധാത്മാവാം ദൈവം പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു.
വെറുതെ വന്നതല്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്തേക്ക് പോയിട്ട് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ വാങ്ങി ഈ ഭൂമിയിലേക്ക് അയച്ചു കൊടുത്തു. യേശു ക്രിസ്തു ഇഹലോകത്തിൽ ഇരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകാൻ പോകുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ അവൻ ഇഹലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകും, പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ പിതാവിനോട് വാങ്ങി ഈ ഭൂമിയിലേക്ക് അയച്ചു തരുമെന്ന് യേശുക്രിസ്തു ഇഹലോകത്തിൽ ആയിരുന്നപ്പോഴേ പ്രസ്താവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ താൻ ചെയ്തു. താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തിട്ട് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന്റെ അഭ്യർത്ഥന പ്രകാരം പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ത്? എന്തിനായിട്ട് പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് നാളിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു? അതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ, പുത്രനായ ക്രിസ്തുവിന് ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ, ഒരു കാന്തയെ ഒരുക്കുവാൻ, ഒരു സഭയെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം പിതാവായ ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. പുത്രനായ ക്രിസ്തുവിന്റെ അഭ്യർത്ഥന പ്രകാരം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിന് ഒരു കാന്തയെ ഒരുക്കുവാൻ, ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. എലയാസ് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് ഇസ്ഹാക്കിന് ഒരു കാന്തയെ തേടി, ഒരു ഭാര്യയെ തേടി പുറപ്പെട്ടു വരികയാണ്. താൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു വരുന്നു. ഒരു പരീക്ഷണം വയ്ക്കുകയാണ്. ഞാൻ ഒരു കിണറ്റിന്റെ തീരത്ത് നിൽക്കും, അവിടെ ഈ പട്ടണത്തിലെ കന്യകമാർ വെള്ളം കോരാൻ വരണം. അപ്പോൾ ഞാൻ ഒരു കന്യകയോട് ചോദിക്കും, എനിക്ക് അല്പം കുടിപ്പാൻ തരിക എന്ന്. അപ്പോൾ നിനക്കും നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കോരിത്തരാം എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കും എന്നുള്ള തീരുമാനത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു കന്യക അവിടേക്ക് വരുന്നു, ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നു. അവളെ കണ്ട ഉടനെ എലയാസർ ചോദിക്കുകയാണ്, എനിക്ക് അല്പം കുടിപ്പാൻ തരുമോ? അവൾ ഓടിപ്പോയി കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നിനക്കും കുടിപ്പാൻ തരാം, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സ്വമനസാലെ അവൾ വെള്ളം കോരി എലയാസറിനും ഒട്ടകങ്ങൾക്കും കൊടുക്കുന്നതായി തീരുന്നു കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ റിബേക്ക വെള്ളം കോരി എലയാസറിനും ഒട്ടകങ്ങൾക്കും കൊടുത്തു തീരുവോളം എലയാസർ നോക്കിക്കൊണ്ടേയിരുന്നു തന്റെ യാത്ര സഫലമായോ എന്നറിയുവാൻ. എന്നാൽ ഒട്ടകങ്ങൾക്ക് 10 ഒട്ടകങ്ങൾക്കും കോരിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ എലയാസർ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. അവൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തി എടുത്ത് ഈ റിബേക്കയുടെ മൂക്കിൽ അണിയിക്കുന്നു. അതിനുശേഷം 10 ശേക്കൽ തൂക്കമുള്ള 2 പൊൻവളകൾ എടുത്ത് അവളുടെ കൈകളിൽ ഇടിവിക്കുന്നു. ഈ റിബേക്കയെ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ എലയാസർ കണ്ടത് ഇങ്ങനെയാണ്. അതിന്റെ 16-ാം വാക്യത്തിൽ എലയാസറിന്റെ യോഗ്യതയെ കുറിച്ച് വായിക്കുന്നു. 2 പ്രധാന വിഷയങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് എലയാസർ ഈ റിബേക്കയുടെ യോഗ്യതയെ കുറിച്ച് പറയുകയാണ്. റിബേക്കയുടെ യോഗ്യത ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. വായിക്കാം. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ റിബേക്ക പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. ഈ റിബേക്കയുടെ യോഗ്യത, അവളുടെ വിശേഷത, 1 അവൾ അതിസുന്ദരിയായിരുന്നു, 2 അവൾ പുരുഷൻ തൊടാത്ത കന്യകയായിരുന്നു. ക്രിസ്തുവിന്റെ കാന്തയായ സഭയ്ക്കും മണവാട്ടിക്കും ഉണ്ടായിരിക്കേണ്ടുന്ന അതിപ്രധാനമായ 2 യോഗ്യതകളാണ്. 1 അതിസുന്ദരിയായിരിക്കണം, 2 പുരുഷൻ തൊടാത്ത കന്യകയായിരിക്കണം. ഇതിൽ നിന്ന് ദൈവസഭയെ കുറിച്ചും ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകളെ കുറിച്ചും നമുക്ക് പഠിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി ഈ റിബേക്കയോട് ബന്ധപ്പെടുത്തി ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകളെ കുറിച്ച്
ഒന്ന് രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. റിബേക്ക അതിസുന്ദരിയായിരുന്നു. സാധാരണ സുന്ദരി എന്നല്ല പറയുന്നത്, അതിസുന്ദരിയായിരുന്നു. പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ കാന്ത അതിസുന്ദരിയായിരിക്കണം. ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ ആഗ്രഹിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാം സഭയായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിന്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ഒരല്ലേ പറയാമോ? വലിയ ആഗ്രഹമില്ലെന്ന് തോന്നുന്നു ഏറിയ പങ്കരം. അതിന്റെ അർത്ഥം, അതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ടാണ് കൈവക്കാഞ്ഞെന്ന് തോന്നിപ്പോകുന്നു. യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരുവാൻ, അവന്റെ മണവാട്ടിയായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുസഭയാകുന്ന കാന്തയെ വേളി കഴിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുൻപാകെ ഒരു വിശുദ്ധവും നിർമ്മലവുമായ ഒരു മണവാട്ടിയായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ വലത് കരങ്ങളെ ഉയർത്തി ഒരല്ലേലിയ പറഞ്ഞാണ്. മുമ്പത്തേക്കാൾ പുരോഗതിയുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവന്റെ മുൻപാകെ ഒരു സഭ ഒരുക്കപ്പെട്ട് നിൽക്കണം, നിർത്തപ്പെടണം. അതാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ഉദ്ദേശം. അതാണ് ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ സത്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. യേശു മടങ്ങി വരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും പ്രസംഗിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ എടുക്കപ്പെടും. എല്ലാവരും പ്രസംഗിക്കുന്നു. പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ വ്യക്തമാക്കി കൊടുക്കാൻ പലർക്കും കഴിയുന്നില്ല. പലരുടെയും പ്രസംഗ വിഷയം ഈ ഒരൊറ്റ വാക്യത്തിൽ ഒതുങ്ങും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും എന്ന കൈ ഇങ്ങനെ വീശി മുമ്പിലിരിക്കുന്ന എല്ലാവരെയും കൂടെ അടങ്കം പിടിച്ച് ഒരൊറ്റ പറച്ചിൽ പറയുമ്പോൾ ഇരിക്കുന്നവർക്കെല്ലാം സന്തോഷം കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് തുള്ളും. കാരണം ഇരിക്കുന്ന നാം എല്ലാവരും പോകുമെന്ന് പറയുമ്പോൾ ഈ ഞാനും പോകും എന്നാണ് അവരെ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവരെല്ലാവരും പോകുമെന്ന്. അല്പം കള്ളു കുടിക്കുന്നവനും, 2 സാധുവീടി വലിക്കുന്നവനും, സിനിമ അത്യാവശ്യത്തിന് തിയേറ്ററിൽ പോയി കാണുന്നവനും, തിയേറ്ററിൽ പോയി കാണാൻ സൗകര്യമില്ലാത്തവൻ വീട്ടിലിരുന്ന് കാണുന്നവനും എല്ലാം പോകുമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. എന്നാൽ ആരാണ് പോകുന്നത്? യേശുവിന്റെ മുൻപാകെ നിൽക്കുന്നത് ആരാണ്? ദൈവസഭയ്ക്കുള്ള യോഗ്യത എന്താണ്? ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ കാന്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമായി അറിവ് ഏറിയ പങ്ക് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഭാരതത്തിലെ ഏറിയ പങ്ക് ക്രിസ്ത്യാനികൾക്കും ദൈവസഭ എന്താണെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പറയുന്നുണ്ട് ഏകമായിരിക്കണം, വിശുദ്ധമായിരിക്കണം, കാതോലികമായിരിക്കണം, ശ്ലൈഹികമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ യോഗ്യത എന്താണ്? അതെങ്ങനെ ആയിരിക്കണം എന്ന് പലരും ഇന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. റിബേക്കായോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ബാല അതിസുന്ദരിയായിരുന്നു. ദൈവസഭ എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിരിക്കണം, സാധാരണ സൗന്ദര്യം പോരാ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇനി ഏത് ബ്യൂട്ടി പാർലറിലാണ് കയറേണ്ടത്. ആ ബ്യൂട്ടി പാർലറിൽ കയറുന്ന കാര്യമല്ല, അവിടെ അലങ്കരിക്കുന്ന കാര്യവുമല്ല. ദൈവസഭ സുന്ദരിയായിരിക്കണം. ഉത്തമഗീതത്തിൽ നാം വായിക്കുമ്പോൾ എന്റെ പ്രിയേ, അവിടെ കുറെ കൂടെ കടത്തി പറയുക, എന്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഉനവുമില്ല. ദൈവസഭയെ കുറിച്ച് പറയുമ്പോൾ സർവാംഗ സുന്ദരിയായിരിക്കണം. ഈ സുന്ദരി, സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ രണ്ടായി തിരിക്കാം. ഒന്ന് ഫിസിക്കൽ ബ്യൂട്ടി, ശാരീരിക സൗന്ദര്യം. 2 ആത്മീക സൗന്ദര്യം. ദൈവസഭയുടെ സൗന്ദര്യം ശാരീരിക സൗന്ദര്യമല്ല, ആത്മീക സൗന്ദര്യമാണ്. ഇന്ന് മനുഷ്യൻ അധികവും നോക്കുന്നത് ബാഹ്യമായ സൗന്ദര്യത്തിനാണ്. പെന്തിക്കോസുകാർ പോലും കല്യാണം ആലോചിക്കുമ്പോൾ ബാഹ്യമായ സൗന്ദര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരുണ്ട്. കൊടുത്തോ? അതിന് ഞാൻ എതിരല്ല. നോക്കേണ്ട വിധത്തിലൊക്കെ നോക്കി, കാണേണ്ട വിധത്തിൽ കണ്ട് തൃപ്തിയാകുന്നെങ്കിൽ നടത്തിയാൽ മതി. പക്ഷേ ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആന്തരിക സൗന്ദര്യമാണ്, ബാഹ്യമായതല്ല. ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്.
ഇന്ന് നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും അവരുടെ ജീവിതത്തിൽ ബാഹ്യമായ സൗന്ദര്യത്തിനാണോ മുൻതൂക്കം എന്ന് തോന്നിപ്പോകാറുണ്ട്. കാരണം ബാഹ്യമായ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇഷ്ടംപോലെ കിട്ടും. ഇപ്പോഴത്തെ സ്റ്റേഷനറി കടയിൽ കയറിയാൽ മതി, മനോഹരമാക്കുവാൻ എന്തെല്ലാം ഉണ്ടെന്നറിയാം. സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായിട്ട് മണിക്കൂറുകൾ നീലക്കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും ആയിരക്കണക്കിന് രൂപകൾ കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്നവരെ കാണുമ്പോൾ ബാഹ്യമായ സൗന്ദര്യത്തിനാണോ പ്രാധാന്യം എന്ന് തോന്നിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ബാഹ്യമായ സൗന്ദര്യത്തിന് മനുഷ്യൻ ഇന്ന് മുൻതൂക്കം നൽകുന്നു. ധനികരായ മനുഷ്യരെയൊക്കെ നോക്കിയാല് നമ്മളെ പോലൊന്നും അല്ല. ലക്ഷങ്ങളാണ് ശാരീരിക സൗന്ദര്യത്തിന്റെ വർധനവിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. കേട്ടാൽ ഞെട്ടിപ്പോകും. അതുപോലെ പണം ചെലവഴിക്കും. എങ്ങനെയൊക്കെ അണിയിച്ചൊരുക്കാമോ, എങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കാമോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ മനുഷ്യരെന്ന് പറഞ്ഞ ഒരുക്കി എടുക്കുന്നത് പോലെ ഉള്ളൂ. അധികം ഏറിയ പങ്കും തെറ്റിദ്ധരിക്കരുത്. ഒരു ദിവസം ഞാൻ യാദർച്ഛികമായി ഒരു വീട്ടിൽ അതിരാവിലെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ടായി. ഞാൻ ആ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് ഞെക്കിയപ്പോൾ ആ വീട്ടിലെ സിസ്റ്റർ ഇറങ്ങി വന്നു, കതക് തുറന്നിറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. കാരണം ഞാൻ സാധാരണ കാണുന്ന സഹോദരി അല്ല ഈ വന്ന് നിൽക്കുന്നത്. കാരണം ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ ഒറിജിനൽ രൂപത്തിലാണ്. പ്രത്യേകിച്ച് ഇമിറ്റേഷൻ ഒന്നുമില്ല, ഡെക്കറേഷൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഡെക്കറേഷനോട് കൂടാ. അപ്പൊ അതിന് അവരുടെ ആ 2 രൂപം എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, തമ്പുരാനെ, ഏറിയ പങ്കും ഈ നടക്കുന്ന ഡെക്കറേഷനോട് കൂടെ ആണല്ലോ. അതിന്റെ ഒറിജിനൽ കാണാൻ പലർക്കും കഴിയുന്നില്ല. ഒരുക്കി ചമയിച്ച് കൊണ്ട് നടക്കുക. എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നറിയാം ബാഹ്യമായ ഒരുക്കത്തിന്, സൗന്ദര്യത്തിന്. സദൃശ്യവാക്യം 31-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, ലാവണ്യം വ്യർത്ഥവും, ലാവണ്യം വ്യാജവും, സൗന്ദര്യം വ്യർത്ഥവും. വാക്യം ഒന്ന് വായിച്ചേ. സൗന്ദര്യത്തിന്റെ, ബാഹ്യമായ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാക്യം ഒന്ന് വായിച്ച് അടി വരയിട്ടോളൂ. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. ഇത് വ്യർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ണിൽ മഷി എഴുതി അങ്ങനെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നത് വ്യർത്ഥമാണ്. എന്ത് പ്രയോജനം? ഏറ്റവും ഒടുവിൽ ഒരിടുങ്ങിയ പെട്ടിയിൽ കയറും എല്ലാവരും. ദൈവത്തിന് സ്തോത്രം. ഒരിടുങ്ങിയ പെട്ടിയിൽ. മനുഷ്യ ജീവിതത്തിന്റെ അവസാനം അതാണ്, ഒരിടുങ്ങിയ പെട്ടിയിൽ. ഒരിക്കലും ഡോക്ടർ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജനായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് പല മൃതശരീരങ്ങളെയും തന്റെ മുൻപിൽ ടേബിളിൽ കൊണ്ടുവന്ന് കിടത്തി. താൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു, എന്റെ മുൻപിൽ കിടക്കുന്ന പല മൃതശരീരങ്ങളും കാണുമ്പോൾ മനുഷ്യൻ ഇത്ര മാത്രമേ ഉള്ളല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അറുത്ത് മുറിച്ച്, കന്നുകാലികളെ അറുത്ത് കീറുന്നത് പോലെ വെട്ടി അറുത്ത് മുറിച്ച് തുന്നിക്കെട്ടി പൊതിഞ്ഞിങ്ങോട്ട് കയറ്റിവിടുന്ന ജോലി അവർക്ക്. മനുഷ്യൻ ഇത്ര മാത്രമേ ഉള്ളല്ലോ. മനുഷ്യൻ ഏറ്റവും ഒടുവിൽ ഒരു ഇടുങ്ങിയ പട്ടി. ദൈവത്തിന് സ്തോത്രം. ഒരു ശവക്കുഴി. എത്ര അലങ്കരിച്ചുകൊണ്ട് നടന്നാലും, ഒത്തിരി അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ കുറെ കഴിയുമ്പോൾ മുഖത്ത് കരിവാളിപ്പും തൊക്ക് ചുക്കിച്ചൊളിഞ്ഞ് ആ യൗവനത്തിന്റെ തിളപ്പും ഒക്കെ കുറഞ്ഞ വാർദ്ധക്യം പ്രവേശിക്കുമ്പോൾ പലരും ദീർഘശ്വാസം വിടുന്നത് കണ്ടിട്ടുണ്ട്. ലാവണ്യം വ്യാജമാണ്, സൗന്ദര്യം വ്യർത്ഥമാണ്. ഇനി അടുത്തത് സങ്കീർത്തനം 39-ന്റെ 11-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവത്തെ നോക്കി, നീ മനുഷ്യന്റെ സൗന്ദര്യത്തെ, അവന്റെ അകൃത്യം നിമിത്തം മനുഷ്യന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുമ്പോൾ. 11-ാം വാക്യം ഒന്ന് വായിക്കാം. അകൃത്യം നിമിത്തം മനുഷ്യന്റെ സൗന്ദര്യത്തെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവന്റെ സൗന്ദര്യത്തെ, മനുഷ്യന്റെ സൗന്ദര്യത്തെ അകൃത്യങ്ങൾ നിമിത്തമായിട്ട് ദണ്ഡനങ്ങളാൽ ക്ഷയിപ്പിക്കുന്നു. വാക്യത്തെ ഒന്ന് വിലയിരുത്തണമേ. ശരീരത്തിൽ ഉണ്ടാകുന്ന ദണ്ഡനങ്ങൾ ഏറിയ പങ്കും അവരുടെ അകൃത്യത്തിന്റെ ഫലമാണ്. ഒന്നുകൂടെ പറയാം, ശരീരത്തിൽ ഉണ്ടാകുന്ന ദണ്ഡനങ്ങൾ ഏറിയ പങ്കും അവരുടെ അകൃത്യത്തിന്റെ ഫലമാണ്. അകൃത്യത്തിന്റെ ഫലമായി മനുഷ്യ ശരീരത്തെ ദണ്ഡനങ്ങളാൽ ക്ഷയിക്കപ്പെട്ട് പീഡിപ്പിക്കും
സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. മനുഷ്യന്റെ ബാഹ്യമായ സൗന്ദര്യം പുഴുപോലെ ക്ഷയിച്ചു പോകുന്നതാണ്. ഇത് വ്യർത്ഥമാണ്, ഇത് പുഴുപോലെ ക്ഷയിച്ചു പോകുന്നതാണ്. ഇനി ഒരു വാക്യം കൂടെ സൗന്ദര്യത്തെ കുറിച്ച് പറയട്ടെ. ഈ സൗന്ദര്യത്തിന്റെ പിന്നാലെ, ബാഹ്യമായ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുന്നവർ പോയി ചേരുന്ന ഇടം 49-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം. 49-ാം സങ്കീർത്തനം 14-ാം വാക്യം. അവരെ പാതാളത്തിന്റെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയ്ക്കുന്നു. വാഴും മലയാളത്തിൽ അത്ര വ്യക്തമല്ല, അവരുടെ രൂപമില്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിട. എന്നാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, their beauty shall consume in the grave. അവരുടെ സൗന്ദര്യം പാതാളത്തിൽ ദഹിപ്പിക്കപ്പെടും, ഇല്ലാതെയാക്കപ്പെടുമെന്നാണ്. ഇപ്പൊ ഭാഗ്യമായ സൗന്ദര്യത്തിന്റെ പിന്നാലെ അതിലാശ്രയിച്ച് അതിനുവേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച് പോകുന്നവരുടെ അവസാനം പാതാളം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും കീഴേ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി, അവിടെ നിന്റെ കീഴേ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 11-ാം വാക്യം. നിന്റെ ആഡംബരവും വാദ്യഘോഷവും. ഇന്നത്തെ തലമുറയെ കീഴടക്കിയിരിക്കുന്ന രണ്ട് ശക്തിയാണ്. ഒന്ന് ആഡംബരം, രണ്ട് വാദ്യഘോഷം. എന്ന് പറഞ്ഞാൽ നവീനമായ പാട്ടുകൾ, മ്യൂസിക്. അത് പോപ്പ് മ്യൂസിക്, ഡിസ്കോ, ഇങ്ങനെയുള്ള പലതും വരും. ഇന്നത്തെ കൊച്ചു കുട്ടികൾ വരെ അതിന് അഡിക്റ്റഡാണ്. ടേപ്പ് റെക്കോർഡർ അങ്ങോട്ട് തുറന്ന് ഒരു കാസറ്റ് ഇട്ട് കൊടുത്താൽ ഇങ്ങോട്ട് വളർന്നു വരുന്ന കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും കിടന്ന് ചാടാൻ തുടങ്ങും. കാരണം അതിന്റെ രക്തത്തിൽ പോലും ഇതിങ്ങനെ ലയിച്ചു കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഇവിടെ പറയുന്നു, നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും കീഴേ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്ത് കിട്ടുമെന്നാണ്? നിന്റെ കീഴേ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ പുതപ്പായിരിക്കുന്നു. ഇവിടെ അണിഞ്ഞൊരുങ്ങി 4 പേര് കാണണം എന്നുള്ള ചിന്താഗതിയിൽ സിയോൻ പുത്രിയെ കുറിച്ച് യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കഴുത്ത് നീട്ടിയും ഏറുകണ്ണിട്ട് നോക്കിയും കാലിൽ ചിലമ്പലി കേൾപ്പിച്ചും ഒക്കെ നടക്കുന്ന ഈ ഇന്നത്തെ തലമുറയെ കുറിച്ച് പറയുകയാണ്. അവരുടെ ജീവിതത്തിന്റെ, ഇന്നത്തെ ലോകത്തിന്റെ നിലവാരത്തെ കുറിച്ച് പറയുകയാണ്. അവരുടെ ജീവിതത്തിന്റെ അന്ത്യം തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയായിരിക്കും, കീഴേ പാതാളത്തിലേക്ക്. അവിടെ നിന്റെ കീഴേ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, പുഴുക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു മെത്ത നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇവിടെ MM ഫോമിലും ഒക്കെ കിടക്കുന്ന പലരും പോയി അവിടെ കിടക്കും മെത്തയിൽ. ദൈവത്തിന് സ്തോത്രം. പുഴുക്കൾ കൊണ്ടുണ്ടാക്കിയ മെത്ത. എന്റെ ചിന്ത പറയുകയാണെങ്കിൽ സാധാരണ പുഴുവായിരിക്കത്തില്ല, ചൊറിയുന്ന പുഴു. ഒരു തരം പുഴുവുണ്ടല്ലോ, അതിന്റെ ഒരു രോമം വീണാൽ 24 മണിക്കൂർ ചൊറിയാനുള്ള വകയുണ്ട്. എനിക്കൊരിക്കൽ ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരു ദിവസം അത്യാവശ്യമായി എവിടെയോ പോകുവാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് ബാത്റൂമിലേക്ക് കയറി കുളിച്ചേച്ച് എല്ലാം തുവർത്തി ഡ്രസ് ചെയ്ത് ഓടി ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ചെന്നപ്പോൾ ചൊറിയാൻ തുടങ്ങി. അടിമുടി ചൊറിയാൻ തുടങ്ങി. എന്തോ കാര്യമെന്നറിയാൻ വയ്യ. വലിയ മരണവെപ്രാളം പോലെ. എന്തോ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഉടനെ ഓടി ബാത്റൂമിലേക്ക് കയറി നോക്കിയപ്പോഴാണ് കൊച്ചു പുഴു ആ ബാത്റൂമിൽ കിടക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഞാൻ കുളിച്ച വെള്ളത്തിനകത്ത് കിടന്നതാണിത്. ഞാൻ കണ്ടില്ല. 24 മണിക്കൂറിൽ പരം ചൊറിഞ്ഞ ചൊറിച്ചിൽ, അതിന്റെ ഭയങ്കരത്വം. അപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ള പുഴു ആയിരിക്കാം. തെളിവൊന്നും എന്നോട് ചോദിക്കല്ലേ, ആയിരിക്കാം. ഇങ്ങനെ പുഴു കണ്ടുണ്ടാക്കിയ ഒരു മെത്തയിൽ. അടുത്തത്, കൃമികൾ നിനക്ക് പുതപ്പായി. ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്ന സഹോദര, ഈ ലോകത്തിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു പോകുന്ന സഹോദരി, നീ പോയി ചേരുന്ന സ്ഥലം അവിടെയായിരിക്കും. Their beauty shall consume in the grave. പാതാളത്തിൽ അവരുടെ സൗന്ദര്യം ദഹിപ്പിക്കപ്പെടുകയാണ്, ഇല്ലാതാക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പോയി ചേരുന്നത്, അവസാനിക്കുന്നത് അവിടെയാണ്, ബാഹ്യമായ സൗന്ദര്യമല്ല. ദൈവസഭയെ കുറിച്ച് പറയുമ്പോൾ ഈ റിബേക്കയോട് ഉള്ള ബന്ധത്തിൽ പറയാണ്, ബാല അതിസുന്ദരിയായ ദൈവസഭ സൗന്ദര്യമുള്ളതായിരിക്കണം. എന്താണ് ദൈവസഭയുടെ സൗന്ദര്യം? ഒന്നാമതായി 149-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു സൗന്ദര്യത്തെ നാം കാണുന്നു.
അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫൈ ദ മീക്ക് വിത്ത് സാൽവേഷൻ. താഴ്മയുള്ളവരെ രക്ഷയാൽ അവൻ അലങ്കരിക്കുന്നു. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ സൗന്ദര്യമുള്ളവരാക്കി തീർക്കും. ബ്യൂട്ടിഫൈ. രക്ഷയാണ് നമ്മുടെ സൗന്ദര്യത്തിന്റെ പ്രാരംഭം. അത് ലഭിക്കുന്നത് താഴ്മയുള്ളവർക്കാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ അതൊരു സൗന്ദര്യമാണ്. എന്താണ് ഈ രക്ഷ? പാപങ്ങളിൽ നിന്നുള്ള മോചനം, ആത്മാവിന്റെ രക്ഷ. അത് ലഭിക്കുന്നത് താഴ്മയുള്ളവർക്കാണ്. എന്ന് പറഞ്ഞാൽ താഴ്ത്തുന്നവർക്ക്, സമർപ്പിക്കുന്നവർക്ക്, അവന്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കി മനുഷ്യവർഗത്തിന്റെ രക്ഷിപ്പിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് സകല മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ പിടഞ്ഞു മരിച്ച യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ വന്ന് അവന്റെ മുൻപാകെ മുട്ടുമടക്കി പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവന്റെ പാദത്തിൽ വീഴുന്ന ആ താഴ്ത്തുന്ന ആ സമർപ്പിക്കുന്നവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു എന്ന്. രക്ഷിക്കപ്പെട്ടവരുടെ സൗന്ദര്യം എന്ന് പറയുന്ന ഒന്ന് വിശേഷമാണ്. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഇരുട്ട ഹൃദയത്തിൽ വസിക്കുന്നത്. അകത്തുള്ള അന്ധകാരം മുഖത്തൂടെ വെളിപ്പെടും. മുഖത്ത് നോക്കിയാൽ ആ ഇരുട്ട് മുഴുവൻ മുഖത്തൂടെ പ്രതിഫലിക്കും. എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ ഇരുൾ മാറി വെളിച്ചം ഹൃദയത്തിലേക്ക് വരുന്നു. അകത്ത് വരുന്ന വെളിച്ചം മുഖത്തൂടെ പ്രകാശിക്കുന്നു. അതാണ് ഈ മാനസാന്തരപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേക ശോഭയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേക ശോഭയാണ്. അത് എങ്ങനെയുള്ള ശോഭയാണെന്ന് അറിയാവും. നിങ്ങൾ വിചാരിക്കും പൗഡർ പൂശിയതിന്റെയും ഇല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെയും ശോഭയാണെന്നല്ല. അതല്ല. അതെത്ര ഉപയോഗിച്ചാലും അകത്ത് അന്ധകാരമുള്ളവന്റെ മുഖത്ത് ഇതെല്ലാം ഉപയോഗിച്ചാലും ഒരു കരിവാളിപ്പ് കാണാം, ഒരു ഇരുട്ട് കാണാം, ഒരു അന്ധകാരം കാണാം. എന്നാൽ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവന്റെ മുഖത്ത് ഒരു വലിയ വെളിച്ചം കാണാം. കാരണം അകത്തെ ഇരുള് മാറിയതിന്റെ ലക്ഷണമാണ് മുഖത്തൂടെ പ്രതിഫലിക്കുന്ന വെളിച്ചം. ഹല്ലേലൂയ. അകത്തെ ഇരുള് മാറിയവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഇരിക്കുന്ന പലരെയും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. മുഖം ഒന്ന് തെളിയട്ടെ. കരകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അകത്തെ ഇരുള് മാറിയവന്റെ മുഖത്തൊരു വെളിച്ചം പ്രകാശിക്കുന്നു. അതാ സൗന്ദര്യം. രക്ഷിക്കപ്പെട്ടവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. പറയേണ്ട പ്രത്യേകം. ഞാൻ മാനസാന്തരപ്പെട്ടതാന്ന് മൈക്കിൽ കൂടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതിന് മുമ്പേ തന്നെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. ഇന്ന് പല ദൈവമക്കളെ സംബന്ധിച്ചും ഞാൻ പെന്തിക്കോസ്തുകാരനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. പല ദൈവദാസന്മാരെയും അങ്ങനെയാണ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ മീറ്റിങ്ങിന് ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മറ്റ് പലരും ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് എന്നെ കണ്ട് കൈ തന്നിട്ട് പരിചയപ്പെടുത്തി. പറയുകയാണ്, എന്നോട് ആദ്യമായി പറയുകയാണ്, ഞാനൊരു കർത്തൃ ശുശ്രൂഷകനാണ്. അതെ, വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിലാണ്. എന്താ കണ്ടപ്പം മനസ്സിലായില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞെട്ടിപ്പോയത്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വേഷവും ഒക്കെ കണ്ടിട്ട് തന്നെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷകനായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടില്ല. അത്രേ എനിക്ക് പറയാൻ ഒക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ പല രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാകത്തില്ല. പല ദൈവദാസന്മാരെയും ദൈവദാസന്മാരാണെന്നും മനസ്സിലാകുന്നില്ല. യഥാർത്ഥമായി ഇരുള് മാറിയവരെ, അകത്തെ ഇരുള് മാറിയവരെ മുഖത്തൂടെ ഒരു സൗന്ദര്യം കാണാം. കാരണം അകത്തെ പാപം നീക്കപ്പെട്ടവരാണ്, അകത്തെ ഇരുള് മാറിയവരാണ്. മുഖത്തുകൂടെ ഒരു വെളിച്ചം, ഒരു തേജസ് പ്രകാശിക്കുന്നു. അവൻ തന്റെ ജനത്തെ രക്ഷയാൽ സൗന്ദര്യമുള്ളവരാക്കി തീർക്കുന്നു. രണ്ടാമത്, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ 29-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. മലയാളത്തിലും അത് അത്ര വ്യക്തമല്ല. 29:2 വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഹോളിനെസ്. വിശുദ്ധിയാകുന്ന സൗന്ദര്യത്തോടുകൂടെ യഹോവയെ നമസ്കരിപ്പിക്കും. ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ വിശുദ്ധിയാണ്. അതാണ് എഫേസ്യ ലേഖനം 5:26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്
കറാച്ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്റെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവസഭയുടെ സൗന്ദര്യം, സഭയുടെ വിശുദ്ധി, സഭയുടെ വിശുദ്ധി, സഭയുടെ വിശുദ്ധി. പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവചനത്തിൽ ആലയത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: ഇതാകുന്നു ആലയത്തിന്റെ പ്രമാണം, പർവ്വതത്തിന് മുകളിൽ ആലയത്തിന്റെ അതിർക്കകമൊക്കെയും അതിവിശുദ്ധമായിരിക്കണം. ഈ ആലയം ദൈവസഭയെ ചൂണ്ടിക്കാണിക്കുക. ദൈവസഭയുടെ അടിസ്ഥാന യോഗ്യത അത് വിശുദ്ധമായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സഭയ്ക്ക് 4 ഗുണങ്ങൾ പഠിക്കാനുണ്ട്. 1 ഏകം, 2 വിശുദ്ധം, 3 കാതോലികം, 4 ശ്ലൈഹികം. 4 ഗുണങ്ങൾ ഉള്ളതാണ് ദൈവസഭ. അതിലൊന്നാണ് വിശുദ്ധം. ദൈവത്തിന് സ്വന്തം. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ സൗന്ദര്യം. ഈ വിശുദ്ധിക്ക് അളവുകോൽ വേറെ ആരെയുമല്ല വെച്ചിരിക്കുന്നത്. ദൈവം പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. ആ വാക്യമില്ലായിരുന്നെങ്കിൽ, ആ പ്രമാണമില്ലായിരുന്നെങ്കിൽ പലർക്കും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ആ പ്രമാണമാണ് പലരെയും കുഴയ്ക്കുന്നത്. ഞാനും നിങ്ങളും വിശുദ്ധരാകേണ്ടത് അടുത്ത വീട്ടിലെ തോമാച്ചനെ പോലെയോ മറിയാമ്മയെ പോലെയോ അല്ല. മറിയാമ്മ വിശുദ്ധയായിരിക്കുന്ന പോലെ നീയും വിശുദ്ധ എന്നല്ല പ്രമാണം. പലരും നോക്കുന്ന അടുത്ത വീട്ടിലെ തോമാച്ചൻ എങ്ങനെയുണ്ട്, അവനേക്കാൾ ഞാൻ കൊള്ളാം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അളവുകോൽ മനുഷ്യരാരുമല്ല. പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ, കുറികോൽ, നമ്മുടെ ദൈവം എങ്ങനെ വിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ വിശുദ്ധിയുടെ യോഗ്യത ദൈവത്തിന്റെ വിശുദ്ധിയുടെ യോഗ്യതയാണ്. അതാണ് ദൈവസഭയുടെ യോഗ്യത. ഈ വിശുദ്ധി എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? അതിനാണ് 3 അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ വേദപുസ്തകത്തിൽ വ്യക്തമായി പ്രസ്താവിക്കുന്നു. 1 രക്തത്താലുള്ള ശുദ്ധീകരണം, 2 വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ശുദ്ധീകരണം, 3 പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം. 1 യേശുവിന്റെ രക്തത്താൽ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2 അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് രക്തത്താൽ ഒരു ശുദ്ധീകരണമുണ്ട്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ഒരു ശുദ്ധീകരണമുണ്ട്. വചനത്തോടുകൂടിയ ജലസ്നാനത്താലുള്ള ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ 2 നിലവാരത്തിലാണ്. 1 സ്നാനമേൽക്കുമ്പോൾ പ്രാപിക്കുന്ന ഒരു അനുഭവം, 2 സ്നാനമേറ്റവർ അനുദിന ജീവിതത്തിൽ സ്നാനത്തിന്റെ ഉപദേശത്താൽ പ്രാപിക്കുന്ന അനുഭവം എന്നിങ്ങനെ 2ആയി പഠിക്കണം. സ്നാനമേൽക്കുമ്പോൾ ചില പ്രത്യേക ഉപദേശ സത്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 1 സ്നാനപ്പെടേണ്ടത് രക്ഷിക്കപ്പെട്ടവരാണ്, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്. 2 സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. 3ാമത് സ്നാനം മുഴുകലാണ്. 4ാമത് അഭിഷക്തരായ ശുശ്രൂഷകരുടെ കൈക്കീഴിലാണ്. ഇപ്രകാരമുള്ള സ്നാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തെ കൊണ്ടുവരുന്നു. ഇപ്രകാരം സ്നാനമേറ്റ ഒരു വ്യക്തി സ്നാനമേറ്റതിന് ശേഷം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് വരെയും സ്നാനത്തിന്റെ ഉപദേശമാകുന്ന ആ വചനത്താൽ ദിനംതോറും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഏതാണ് ആ വചനം? റോമർ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അത് ഒരു ഏറ്റുപറച്ചിലിനെ കാണിക്കുകയാണ്, എണ്ണുന്ന നിലവാരത്തെ കാണിക്കുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, 6-ന്റെ 11-ാം വാക്യം: അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദിനംതോറും എണ്ണണം. എന്താ എണ്ണേണ്ടത്? 1 പാപസംബന്ധമായി മരിച്ചവർ, 2 ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവർ. ഈ എണ്ണലാണ് ഒരുവന്റെ ജീവിതത്തിൽ പരിശുദ്ധ ജീവിതത്തെ കൊണ്ടുവരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്നാനത്തിന്റെ ഉപദേശത്തിന്റെ ആഴമാണ് ജയജീവിതത്തിന്റെ തുടക്കം. ഓരോ ദിവസവും എണ്ണിക്കൊണ്ട് ജീവിക്കണം. ഞാൻ പാപസംബന്ധമായി മരിച്ചു, ഞാൻ പാപസംബന്ധമായി മരിച്ചു, പാപസംബന്ധമായി മരിച്ചു. മരിച്ചവർ കൈവക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. തന്റെ ഇടമില്ല പലർക്കും പറയാൻ. ദിനംതോറും പറയണം, ഞാൻ പാപസംബന്ധമായി മരിച്ചു. ഈ മരിച്ചു മരിച്ചു എന്ന് പറയുന്നതിനാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? പാപത്തിന്മേലുണ്ടാകുന്ന ജയം അവിടെയാണ്. ഒരു മരിച്ച വ്യക്തിയുടെ അടുക്കലേക്ക് ഒരു ചാർമിനാർ കത്തിച്ച് കൊണ്ടുവന്നിട്ട് വായിലേക്ക് വെച്ചുകൊണ്ട് വലിക്കുമോ?
ഇല്ല. മരിച്ച ഒരു വ്യക്തിയെ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി TV ഓൺ ചെയ്ത് മുമ്പിലോട്ട് വെച്ചുകൂടെ കണ്ട് തലകുലുക്കുമോ? ഇല്ല. മരിച്ചവന്റെ മുമ്പിലേക്ക് ഒരു 3X റം കുപ്പി പൊട്ടിച്ച കയ്യിലോട്ട് കുടി മോനെ എന്ന് പറഞ്ഞ കുടിക്കുമോ? ഇല്ല. കാരണം മരിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. മരിച്ച ഒരു വ്യക്തിക്ക് പാപത്തിന്മേൽ ജയമുണ്ട്. ജയജീവിതത്തിന്റെ രഹസ്യം അതാണ്. ഞാൻ മരിച്ചു 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 എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദിനംതോറും മരിച്ചു, പാപത്തിന് മരിച്ചു, പാപത്തിന് മരിച്ചു. ഈ പാപത്തിന് മരിച്ചവരുടെ അടുക്കൽ സാത്താൻ പരീക്ഷയുമായി വന്നിട്ട് അതുപോലെ മടങ്ങിപ്പോകും. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മല്ലന്റെയും മാധവന്റെ കഥ. രണ്ടു കൂട്ടുകാരാണ്. ഒരിക്കൽ വനത്തിൽ കൂടെ സഞ്ചരിക്കവേ പെട്ടെന്ന് ഒരു കരടി ചാടി വീണു. മല്ലൻ ചാടി മരത്തെ കയറി, മാധവൻ നിവർത്തിയില്ല, നിലത്ത് കിടന്നു എന്നാ പറയും. ചത്തതുപോലെ കിടന്നു. എന്നാൽ ഈ കരടി വന്ന് തല തൊട്ട് പാദം വരെ മണപ്പിച്ച് നോക്കിയിട്ട് മടങ്ങിപ്പോയി പോലും. മടങ്ങിപ്പോയി. അപ്പോൾ മല്ലൻ ഇറങ്ങി വന്നു. മാധവനോട് ചോദിച്ചു, കരടി വന്ന് ചെവിയിൽ എന്തോ പറഞ്ഞാണ്. മാധവൻ പറഞ്ഞു പോലും, ആപത്തിൽ സഹായിക്കാത്ത കൂട്ടുകാരനെ വിശ്വസിക്കരുതെന്നാണ്. അങ്ങനൊന്നും അല്ല പറഞ്ഞേ, എങ്കിലും താൻ പറഞ്ഞു പോലും. ഒരു കാര്യം അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. കരടി ഈ മനുഷ്യനെ ഉപദ്രവിക്കാതെ പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? തലതൊട്ട് പാദം വരെ മണപ്പിച്ച് നോക്കിയിട്ടും ജീവന്റെ ഒരു ചലനവുമില്ല. ചത്തപോലെ ശ്വാസം അടക്കി പിടിച്ച് കിടന്നു. അതാണ് കരടി ഉപദ്രവിക്കാതെ പോയതിന്റെ കാരണം. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ പാപം വരും ഓരോരുത്തരുടെയും അടുക്കൽ പരീക്ഷിക്കുവാൻ വരും. ചത്തതാണെങ്കിൽ, നിങ്ങൾ ചത്തതാണെങ്കിൽ പാപം മരിക്കത്തില്ല. ഈ ലോകത്തിലെ പാപത്തെ എല്ലാം ഇല്ലാതാക്കിയിട്ട് പരിശുദ്ധ ജീവിതം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ചെല്ലിങ്ങനെ പറയും, മാവേലിക്കരയിലെ ഷാപ്പെല്ലാം പൂട്ടിട്ട് പിന്നെ ഞാൻ കള്ളുകൂടി നിർത്താം. നടക്കുകയില്ല. ഷാപ്പ് പൂട്ടാനും പോകുന്നില്ല, ഷാപ്പിന്റെ എണ്ണം കുറയാനും പോകുന്നില്ല. കൊട്ടാരക്കരയിലും പരിസരങ്ങളിലും കുടിച്ചു എത്താലും ഷാപ്പിന്റെ എണ്ണത്തിന് കുറവൊന്നുമില്ല, കുടിക്കുന്നവരുടെ എണ്ണത്തിനും കുറവില്ല. സിനിമാ തിയേറ്ററുകളെല്ലാം അടച്ചിട്ട് ഞാൻ സിനിമ കാണുന്ന നടക്കുകയില്ല. ലോകത്തിലുള്ള സിഗരറ്റ് ഫാക്ടറികളെല്ലാം പൂട്ടി, ബീഡി ഫാക്ടറികളെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഞാൻ പുകവലി നിർത്താം. നടക്കുകയില്ല. പാപം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പരിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ പാപത്തിന് മരിച്ചവരായി ജീവിക്കുക എന്നുള്ളതാണ്. സ്നാനപ്പെട്ട ഒരു വ്യക്തി ഏറ്റുപറയേണ്ടത് അതാണ്, ഞാൻ പാപസംബന്ധമായി മരിച്ചു. അടുത്ത പറച്ചിൽ എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നു. അതാ സൗന്ദര്യം. അതാണ് ഈ ഏറ്റുപറച്ചിലാണ് സൗന്ദര്യം. ഈ ഏറ്റുപറച്ചിലാണ് നമുക്ക് പരിശുദ്ധ ജീവിതത്തെ തരുന്നത്. വചനത്താലുള്ള ശുദ്ധീകരണം. മൂന്നാമതായി ആത്മാവിനാൽ വിശുദ്ധീകരണം. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തന്നത് ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടിയാണ്, ജയജീവിതത്തിനു വേണ്ടിയാണ്. എത്ര മിടുക്കനാണെങ്കിൽ പോലും, പ്രാപ്തനാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ഒരു ജയജീവിതം ചെയ്യുവാൻ സാധ്യമല്ല. യേശുവിന്റെ ശിഷ്യന്മാരുടെ ചരിത്രം തന്നെ അതിന് നമുക്കൊരു പാഠമാണ്. 10 ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് മുൻപ് ഗത്സമനയിൽ വെച്ച് യേശുവിനെ പിടിക്കുമ്പോൾ അവരെല്ലാവരും യേശുവിനെ വിട്ട് പിൻവാങ്ങി ഓടിപ്പോയി. എന്നോട് കൂടെ മരിപ്പാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളായില്ല പത്രോസ് യേശുവിനെ പിടിച്ചപ്പോൾ മുമ്പേ ഓടിയത് പത്രോസാണ്. ഞാൻ നിന്നോട് കൂടെ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസ് മുമ്പേ ഓടുകയായിരിക്കും. ദൈവത്തിന് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശേഷം, പെന്തിക്കോസ്ത് നാളിന് ശേഷം കർത്താവിന് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ ശക്തനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ജീവിതം, ജയജീവിതം പരീക്ഷകളുടെ നടുവിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. ആകയാൽ രക്തത്താലുള്ള ശുദ്ധീകരണം, വചനത്താലുള്ള ശുദ്ധീകരണം, ആത്മാവിനാലുള്ള ശുദ്ധീകരണം, ഈ വിശുദ്ധീകരണം ജീവിതത്തിൽ പ്രാപിച്ച് ദൈവത്തിന്റെ സഭ അതിസുന്ദരിയായി മാറ്റപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും സൗന്ദര്യത്തിന്റെ ചില പടികളെ നമുക്ക് കാണാം. 45-ാം സങ്കീർത്തനത്തില് അവിടെ ക്രിസ്തുവിന്റെ കാന്തയാം സഭയെ കുറിച്ച് പറയുമ്പോൾ, അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവി ചായിക്ക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഈ രാജാവ് എന്ന് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. കുമാരി, കാന്ത എന്നൊക്കെ പറയുന്ന തിരുസഭയെ കുറിച്ച് ദൈവസഭയോട് പറയുകയാണ്, അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായിക്ക. അടുത്തതായി പറയുന്നു, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം. ദൈവത്തിന് സ്വത്രം. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ മറക്കണം, ചിലതൊക്കെ വിടണം.
ചിലതൊക്കെ ഉപേക്ഷിക്കണം. എങ്കിലേ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുകയുള്ളൂ. ഈ മറക്കുക, വിടുക, ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വേർപാടിന് ഉപദേശത്തെ കാണിക്കുകയാണ്. ദൈവസഭയുടെ സൗന്ദര്യം വേർപാടിനെ സൂക്ഷിക്കുന്നതാണ്. ദൈവത്തിന് സ്വന്തം വേർപാടിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ ജനത്തെ വിലയം കാണുമ്പോൾ ഇത് തരിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല. യാക്കോബിന്റെ ധൂളി ആർക്കെണ്ണാം? ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ സൗന്ദര്യത്തെ കാണുകയാണ്. എന്താണ് ഇസ്രായേലിന്റെ സൗന്ദര്യം? ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എവിടെ ഒരു വേർപാടുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ട്, നടപ്പിലൊരു വേർപാടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എവിടെ പോയാലും ജീവിതത്തിന്റെ വേർപാടിനെ സൂക്ഷിക്കുന്ന എഫ്രയീമിന്റെ പരാജയം ജാതികളോട് ഇടകലർന്നു പോയി. ഇന്നത്തെ ദൈവസഭയ്ക്കും പറ്റിയിരിക്കുന്ന തോൽവി അതാണ്. ജാതികളോട് ഇടകലർന്നു പോയി, വേർപാട് സൂക്ഷിക്കുന്നില്ല. അതിന് പറയുന്നത് നമ്മൾ 20-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്. എല്ലാവരെയും പ്രസാദിപ്പിക്കാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് അവരെയും പ്രസാദിപ്പിക്കണം, ഇവരെയും പ്രസാദിപ്പിക്കണം. അവരും വേണം, ഇവരും വേണം, എല്ലാവരും വേണം. ദൈവത്തിന് സ്തോത്രം. ശരിയാണ്, എല്ലാവരും വേണം, ഞങ്ങൾക്ക് വേണം. പക്ഷേ എല്ലാവരെയും വേണ്ടത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നല്ല, അവരിങ്ങോട്ട് വന്നു. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഈ എല്ലാവരോടും ഐക്യപ്പെടാതെ? ഞാൻ പറഞ്ഞ് റെഡിയായി ആരുമായിട്ട് ഐക്യപ്പെടാൻ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഞങ്ങൾക്ക് ഐക്യപ്പെടാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഐക്യപ്പെടാനൊക്കത്തില്ല, ഇങ്ങോട്ട് വന്നാൽ ഐക്യപ്പെടാൻ. അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഐക്യപ്പെടാൻ പറ്റുകയില്ല. കാരണം ഞങ്ങൾക്ക് സൂക്ഷിക്കേണ്ടുന്ന ഒരു നിലവാരമുണ്ട്. ഇങ്ങോട്ട് വരാമെങ്കിൽ ഐക്യപ്പെടാം. ദൈവസഭയുടെ അടിസ്ഥാന സൗന്ദര്യമാണ് വേർപാട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, സ്നാനപ്പെട്ടവരെ, അഭിഷേകം പ്രാപിച്ചവരെ, ഇപ്പോഴേ ലോകത്തെ വഞ്ചിക്കുന്ന, ക്രിസ്തീയ ഗോളത്തെ വഞ്ചിക്കുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ടോ കുഴപ്പമില്ല, സ്നാനപ്പെട്ടോ കുഴപ്പമില്ല, അഭിഷേകം പ്രാപിച്ചോ കുഴപ്പമില്ല, സഭ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി. ഈ അടുത്ത സമയത്ത് ഒരാൾ വന്ന് സ്നാനപ്പെടാൻ, വലിയ വാഞ്ചയോടാണ് സ്നാനപ്പെടാൻ വന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞും പുള്ളി പറയുകയാണ്, ഞാൻ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് സ്നാനപ്പെടാൻ, ഇപ്പം ഞാൻ സ്നാനപ്പെട്ടു, ഇനിയിപ്പം അങ്ങോട്ട് വന്നില്ലേലും കുഴപ്പമില്ല. പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്നാനപ്പെട്ട് പുതിയ യെരൂശലേമിൽ പോകാൻ, യേശുവിന്റെ വരവിൽ പോകാൻ അത്രയും പഠിച്ചു. അതുകൊണ്ട് സ്നാനപ്പെടണമെന്ന് മനസ്സിലായി. സ്നാനപ്പെട്ടു, ഇനി പോകുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പൊന്നച്ച, പെട്ടതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. ഇതിനേക്കാൾ നല്ലത് പെടാതിരിക്കുന്നതായിരുന്നു. വീണ്ടും പഴയ പിടിച്ച കാട്ടി തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തോട് പറയുന്നു, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് അവർ കനാനിലേക്ക് പോകണം. കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഒരിക്കലും മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു നോക്കാൻ അനുവാദമില്ല. പിന്നെ അവർക്ക് മിസ്രയീമിൽ സ്ഥാനമില്ല. പിന്നീട് അവർക്ക് ഫറവോനുമായി കൂട്ടായ്മയില്ല. ഫറവോന്റെ ഉപദേശം, മോശയും അഹരോനും ചെന്ന് ഫറവോന്റെ അടുക്കൽ പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോൻ പറയുകയാണ്, ആഹാ, അതെന്തിനാ? ഇവിടെ തന്നെ ആരാധിച്ചു, ഇവിടെ. അപ്പൊ മോശ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ആരാധിക്കാൻ തുടങ്ങിയാലേ മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങൾ ഇവിടെ യാഗം കഴിക്കേണ്ടി വരും. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് ഇവിടെ യാഗം കഴിക്കേണ്ടി വരും, അത് കുഴപ്പമാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആരാധിക്കാൻ 3 ദിവസത്തെ വഴി ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിൽ പോയാണ് ആരാധിക്കേണ്ടത്. ശരിയാ, മിസ്രയീമ്യർക്ക് ഇവരുടെ ആരാധനയിൽ പലതും അറപ്പ. ഒരിക്കല് ഞാൻ കാരക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ ഒരമ്മ അവിടെ ഒരു സഭായോഗത്തിന് വന്നു. പെന്തിക്കോസ്കാരിയല്ല, യാക്കോബായ സഭയിൽപ്പെട്ട ഒരമ്മ. ദൈവത്തിന് സ്വന്തം. ഞാൻ മനസ്സിലാക്കിയില്ല. ആദ്യം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടത്തിന്റെ ഇടയിൽ ഒരു വലിയ ശബ്ദം, ഉരുണ്ട് മറിയുന്ന ഒരു ബഹളം ഉണ്ടാക്കുന്ന കാഴ്ച കണ്ടു. ഞാൻ ശ്രദ്ധിച്ചത് ആരാണ്? അപ്പൊ ഒരു പുതുമുഖം. ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ അമ്മച്ചിയെ പരിചയപ്പെട്ടു. ഞാനിവിടെ അടുത്തുള്ളതാണ്, യാക്കോബായിൽപ്പെട്ടതാണ്, ഞാൻ ഇന്നൊന്ന് ആരാധിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അതിന്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ ആരോ ഒരു ഉപദേശി വന്ന് പ്രാർത്ഥനാ കൂട്ടം നടത്താൻ തുടങ്ങി വീടുകളിൽ. അപ്പൊ പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ ഇടയിൽ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കാൻ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അമ്മച്ചി പള്ളി ആരാധനയ്ക്ക് പള്ളിയിൽ ചെന്നപ്പോ അവിടെ ഈ ആരാധനയുടെ മധ്യത്തില് ദൈവസ്നേഹം ഉള്ളിൽ അങ്ങോട്ട് സ്പർശിച്ചിട്ട് അറിയാതെ 4 സ്തോത്രം പറഞ്ഞ് 10 അന്യഭാഷ പറഞ്ഞു പോയി.
ഉടനെ പറഞ്ഞു, നിർത്ത്, അത് ഇതിനകത്ത് വേണ്ട. നിങ്ങൾ പറയുവോ ചാടുവോ തുള്ളുവോ ഒക്കെ ചെയ്തോ, പക്ഷെ വീട്ടിൽ മതി, ഇതിനകത്ത് വേണ്ട. അതാ പറഞ്ഞത്, മിശ്രയന്മാർക്ക് അറപ്പായത് പലതും ഇവിടെ യാഗം കഴിക്കേണ്ടി വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ അമ്മച്ചിയിൽ അണകെട്ടി നിന്ന വ്യക്തി അണകെട്ടി നിർത്തിയതുപോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ ഒന്ന് ആരാധിക്കാൻ ഇടം തേടി ഈ അമ്മച്ചി ഒരു ദിവസം ഫെയ്ത്ത് ഹോമിൽ വന്നു കയറി ആരാധനയുടെ മുമ്പ്. ഇവിടെ തടസ്സമൊന്നുമില്ല, എത്രയും പറഞ്ഞോന്നാ പറയുന്ന അന്യഭാഷ. തടസ്സമില്ല, കാരണം തടസ്സപ്പെടുത്താത്തതിന്റെ കാരണം അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു വിലക്കരുതെന്ന്. ഏതാ അന്യഭാഷയിൽ സംസാരിക്കുന്നത്? വിലക്കൈവരുത്. പൗലോസ് പറയാണ്, എല്ലാവരെക്കാളും ഞാൻ അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ മിശ്രയർ കറപ്പായി ഉള്ളത് ഇവിടെ യാഗമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടം വിട്ട് 3 ദിവസത്തെ വഴിദൂരം സഞ്ചരിച്ച് മരുഭൂമിയിൽ പോയിയാണ് ആരാധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, അഭിഷേകം പ്രാപിച്ചവരെ, നിങ്ങളുടെ ആരാധന സത്യത്തിലും ആത്മാവിലും അപ്പോസ്തലന്മാരോടും കൂടെ. അതാ ദൈവസഭയുടെ സൗന്ദര്യം, വേർപാട്. ദൈവത്തിന് സ്തോത്രം. സ്ത്രീ അതിസൗന്ദര്യമുള്ളവളായിരുന്നു, ബാല അതിസൗന്ദര്യമുള്ളവളായിരുന്നു. അടുത്തതായി പറയുമ്പോൾ പുരുഷൻ തൊടാത്ത കന്യക. സാധാരണ കന്യകയല്ല. അതിന്റെ ആഴം ചിന്തിക്കുമ്പോഴാണ് പുരുഷൻ തൊടാത്ത കന്യക. ദൈവസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ സഭ ക്രിസ്തുവിനെ കന്യയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നു. എഫേസ്യർ 1-ാം അധ്യായത്തിൽ അതാ പറയും, ആത്മാവെന്ന അച്ചാരത്തെ തന്നിരിക്കുക, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. 2 കൊരിന്ത്യർ 11:2 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എറിയുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ടവർ ഒരുവന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കും. അഭിഷേകം പ്രാപിച്ചവർ കരങ്ങളെ ഉയർത്തിയുടെ ഹല്ലേലൂയ പറയാമോ? നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തി, ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് മറന്നു പോകരുത്. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ ഏൽപ്പിക്കപ്പെടുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവർ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നാൾ മുതൽ മണവാളൻ വരും വരെയും കന്യകത്വത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്. വരാൻ താമസമുണ്ട് എന്ന് വിചാരിച്ച് കാലുമാറരുത്. ദൈവത്തിനും സ്തോത്രം. ഒരു സംഭവ കഥ ഞാൻ കേട്ടത് ഓർക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ നടന്ന 2-ാം ലോകമഹായുദ്ധകാലത്ത് ഇവിടുന്ന് ഒരാള് പട്ടാളത്തിൽ ചേർന്നു. യുദ്ധകാലത്ത് ഇദ്ദേഹം പിടിക്കപ്പെട്ടു, ശത്രുക്കളുടെ പാളയത്തിലായിപ്പോയി. എന്നാൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഈ പുരുഷൻ ഒരു സ്ത്രീക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കല്യാണോറപ്പൊക്കെ കഴിഞ്ഞ് പോയ ഈ വ്യക്തിയെ 6 വർഷമായിട്ടും കണ്ടില്ല. അപ്പൊ ഈ പെൺകുട്ടിയുടെ പിതാവ് കാത്തിരുന്ന് വിഷമിച്ചിട്ട് ഈ പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. 6 വർഷത്തിന് ശേഷം ഈ പട്ടാളക്കാരൻ മോചിതനായി. താൻ തൻ്റെ സ്വന്തം ദേശത്തേക്ക് വരികയാണ്. തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ അടുക്കലേക്ക് വരിക. കുറെ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി കുറെ കാര്യങ്ങളുമായിട്ട് വന്ന് ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് 6 വർഷത്തിനിടയിൽ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നു. ഇറങ്ങിയിട്ട് താൻ ആ സ്ത്രീയുടെ വീട് തേടി പോവുകയാണ്. അങ്ങനെ നടന്നു പോകവേ ഒരു സ്ത്രീ ഒരു കുടം വെള്ളവുമായിട്ട് 1-2 കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു പ്രാകൃത രൂപ റോഡ് സൈഡിൽ പോകുന്നു. അപ്പൊ ഇന്ന് ഒന്ന് പരിചയപ്പെടാവുന്ന, അല്ല ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഈ സ്ത്രീയുടെ അടുക്കലേക്ക് എന്ന് പറയാണ്, ഇന്നാരെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ ആകപ്പാടെ ഞെട്ടുക, ഇതാരാടാ എൻ്റെ പേര് പറയുന്നേ ഇതാരാ എന്ന്. അപ്പൊ പറയും, അറിയും, ആ വ്യക്തിയാണ് ഞാൻ. സംഭവിച്ചത് എന്താണെന്നറിയാമോ? പട്ടാളക്കാരൻ മടങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ പെൺകുട്ടിയുടെ അപ്പൻ ഈ പെൺകുട്ടിയെ ഒരു കാളവണ്ടിക്കാരന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവൻ കാളവണ്ടി അടിച്ചേച്ച് 2 കുപ്പി അടിച്ചേച്ച് വന്ന് ഇവിടെ എടുത്തിട്ട് ഇടിച്ചങ്ങ് പ്രാകൃത രൂപമായി. 1-2 കുട്ടികളും ആകപ്പാടെ. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സില്ലായിരുന്നു. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം. ദൈവസഭയ്ക്കും പറ്റുന്ന കുഴപ്പം അതാണ്. വരാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നാളായി, ആണ്ടുകൾ പലത് കഴിഞ്ഞു, കാത്തിരുന്ന് കണ്ണുകൾ കഴിച്ചു. സമയം ഒത്തിരി ആയി എന്ന് പറഞ്ഞ് കാലുമാറി വേറെ പോയാല് ഇവിടെ പറ്റിയതുപോലെ തന്നെ പറ്റും.
മണവാളൻ വരുവരായും നിർമ്മല കന്യകയായി ജീവിതത്തെ സൂക്ഷിച്ച് കാത്തിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിർമ്മല കന്യക. അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് എരിയുന്നു. എന്തിനാ എരിയുന്നത്? ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടില്ല. ഒരു നിർമ്മല കന്യകയായി ഏൽപ്പിക്കപ്പെടണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ഏൽപ്പിക്കുവാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന ഒരു കൂട്ടർ വേണം. ആരാണവർ? അപ്പോസ്തലന്മാർ. ദൈവത്തിന്റെ സഭയ്ക്ക് അപ്പോസ്തോലിക ശുശ്രൂഷകരെ ദൈവം നൽകിയിരിക്കുന്നു. അവർ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, രാപ്പകൽ അധ്വാനിക്കുന്നു. ദൈവത്തിന്റെ സഭയെ ഒരു നിർമ്മല കന്യകയായി ക്രിസ്തുവിന്റെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തുവാൻ രാപ്പകൽ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അപ്പോസ്തലന്മാരുടെ അടുക്കൽ നിങ്ങൾ വന്നു ചേരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പഠിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ അപ്പോസ്തലന്മാരുമായി കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകും. അവരാണ് ദൈവസഭയെ ഒരുക്കി കൊണ്ടുപോയി നിർത്തുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഒരുക്കേണ്ടവർ ഒരുക്കിയെങ്കിൽ മാത്രമേ മണവാളൻ അനുരൂപയായ മണവാട്ടിയായി തീരുകയുള്ളൂ. എൻ്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സഭയെക്കുറിച്ച് പറയുകയാണ്, അതിസുന്ദരിയായിരുന്നു. റിബേക്കയോടുള്ള ബന്ധത്തിൽ ബാല അതിസുന്ദരിയായിരുന്നു, പുരുഷൻ തൊടാത്ത കന്യകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എലയാസർ റിബേക്കയെ കണ്ടിട്ട് അരശേക്കൽ പൊന്നുകൊണ്ടുള്ള ഒരു മൂക്കുത്തി മൂക്കിൽ അണിയിച്ചു. അതുകൊണ്ട് ഇനി നമ്മുടെ സൗകര്യമാരെല്ലാം മൂക്കുത്തി ഇട്ടുകൊണ്ട് നടക്കണമെന്നല്ല. 10 ശേക്കൽ പൊന്നുകൊണ്ടുള്ള 2 വള. അക്ഷരാർത്ഥത്തിലെ മൂക്കുത്തിയും വളയും അല്ല ഈ കാണിക്കുന്നത്. ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അരശേക്കൽ. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ ഇസ്രായേലിനോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അവരുടെ വീണ്ടെടുപ്പ് വിലയെ അരശേക്കൽ. ഈ മൂക്കുത്തി അതൊരടിസ്ഥാന ഉപദേശമാക്കണ്ട, എന്റെ വെളിപ്പാട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മൂക്കുത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും കാണത്തക്കവണ്ണമുള്ള ഒരാഭരണമാണ്, സകലർക്കും കാണാം. ഈ അരശേക്കൽ എല്ലാവർക്കും കാണാം. അതിന്റെ അർത്ഥം നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും മറ്റൊരു വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നവരാണെന്നും സകലരും കാണത്തക്കവണ്ണം അറിയത്തക്കവണ്ണം ജീവിക്കണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനി ഒരു ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ് എന്നെല്ലാവരും അറിയണം. മാവേലിക്കരയുള്ള ദൈവജനത്തെ കുറിച്ച് ദേശവാസികൾ അറിയണം. ഇവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനി മറ്റൊരു വീണ്ടെടുപ്പിനായി ഇവർ കാത്തിരിക്കുന്നവരാണെന്ന് ദേശമറിയുവാനിടയാകട്ടെ. മറ്റൊന്ന് 10 ശേക്കൽ കൊണ്ടുള്ള 2 വള. ഈ 10 ശേക്കൽ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ കാണിക്കുക. 10 പ്രമാണങ്ങൾ അത് 2ആക്കി കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ അത് 2ആക്കി കൊണ്ടു തന്നു. 10 കൽപ്പനകളെ 2ആക്കി. ഒന്ന് ദൈവത്തോടും മറ്റൊന്ന് മനുഷ്യരോടും. ദൈവത്തോടുള്ളതിനെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. 10 കൽപ്പനയെ 2ആക്കി തന്നു. സ്നേഹിക്കണം എന്നുള്ളതാണ് പ്രമാണം. ഒന്ന്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, പൂർണ്ണാത്മാവോടെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. 2, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സ്നേഹിക്കണമെന്നുള്ള പ്രമാണം കിട്ടിയിട്ടും പലർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രമാണമില്ലാഞ്ഞിട്ടല്ല, പ്രമാണമുണ്ട്. സ്നേഹത്തെക്കുറിച്ച് രാപ്പകലില്ലാതെ പ്രസംഗിക്കുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അടുത്തിരിക്കുന്ന ആളിനെ കണ്ടുകൂടാന്നുള്ളതാ സത്യം. അടുത്തിരിക്കുന്ന സഹോദരിയുടെ മുഖത്ത് നോക്കുക എന്നുള്ള സത്യം. സ്നേഹിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് തീർത്തു പാടിയ സഹോദരി ഇറങ്ങിപ്പോകുമ്പം അടുത്തിരിക്കുന്ന ശോശാമ്മയുടെ മുഖത്തോട്ട് നോക്കത്തില്ല. സ്നേഹിക്കുമെന്ന യേശുവേ പ്രാണസ്നേഹിത, നിന്റെ സ്നേഹം എത്ര അത്ഭുതകരമാണെന്ന് പറയുന്നെങ്കിലും അടുത്തിരിക്കുന്ന ആളിനെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം എന്താ? പ്രമാണമില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഉള്ളിൽ സ്നേഹമില്ല. നമ്മുടെ കുറ്റമല്ല കേട്ടോ. ഒരിക്കല് എനിക്ക് തൃശ്ശിനാപ്പള്ളിക്ക് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. ഒരു 11 വർഷത്തിന് മുമ്പാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ഇരിക്കുന്ന സഭയിൽ കാറില്ല. അപ്പൊ ഒരാൾ പറയുകയാണ്,
ഓ ബ്രദർ, നിങ്ങൾക്ക് അത്യാവശ്യമായി പോകേണ്ടതാണെങ്കിൽ ഞാൻ എൻ്റെ കാറ് തരാം. ദൈവത്തിന് സ്തോത്രം. ഞാനത് ചിന്തിച്ചു നോക്കി. പെട്രോൾ കാറാ. തൃശ്ശൂരാപ്പള്ളി വരെ ഓടിക്കണമെങ്കിൽ അതിന് പെട്രോൾ അടിക്കാൻ ഞാൻ എങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും എന്നെ കൊണ്ട് പറ്റുക. പുള്ളി കാറ് തരാൻ റെഡിയാ. ഞാൻ ആ കാർ എടുത്തുകൊണ്ട് വന്ന് പെയ്ത്തോമി ഇട്ടു. പിന്നെ ചിന്തിച്ചത് തൃശ്ശൂരാപ്പള്ളി വരെ പോകണമെങ്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇതുപോലാണ് പ്രമാണമുണ്ട്, പക്ഷേ സ്നേഹമില്ല. വണ്ടിയുണ്ട്, പെട്രോൾ ഇല്ല. വണ്ടിയുണ്ട്, പെട്രോൾ ഇല്ല. മുറ്റത്ത് കിടക്കുക. ഓടണമെന്ന് ആഗ്രഹമുണ്ട്, കണ്ടീഷനാണ്, പക്ഷേ പെട്രോൾ ഇല്ല. ഇന്ന് പല വിശ്വാസികളും അങ്ങനെ. പ്രമാണം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഉള്ളത്തെ ദൈവസ്നേഹത്താൽ നിറച്ചു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഉള്ളം സ്നേഹത്താൽ നിറയപ്പെടുന്നു. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ സാക്ഷ്യം ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ എന്റെ ഹൃദയം വളരെ വലുതായതുപോലെ എനിക്ക് തോന്നി. അതിനു മുൻപേ എന്റെ ഹൃദയത്തിൽ പലർക്കും ഇടമില്ലായിരുന്നു. പലരെയും ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എടുത്തു പറഞ്ഞാൽ എന്റെ കുടുംബത്തിലുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ സ്വഭാവം പോലും വഹിക്കുവാൻ എനിക്ക് കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ എന്റെ ഹൃദയം വളരെ വിശാലമായതുപോലെ തോന്നി. എല്ലാവരെയും സഹിപ്പാൻ, എല്ലാവരെയും വഹിക്കുവാൻ, എല്ലാവരെയും ചുമക്കുവാൻ, എല്ലാവരെയും സ്നേഹിപ്പാൻ ഒരു വലിയ സ്നേഹം. അതാ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള സ്നേഹം, സകലരെയും സ്നേഹിപ്പാനുള്ള സ്നേഹം. ദൈവത്തിന് സ്തോത്രം. റിബേക്ക ഈ മുക്കൂത്തിയും പിന്നീട് കൈകളിലെ വളയുമായിട്ട് വീട്ടിലേക്ക് ഓടിയെത്തി. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇവൾ വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്തു, ഒട്ടകങ്ങൾക്കും കൊടുത്തു. അപ്പോൾ എലയാസർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞങ്ങൾക്ക് നിന്റെ വീട്ടിൽ ഇടമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവൾ പറയുന്നു, ഇഷ്ടംപോലെ ഇടമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന അതാണ്: നിങ്ങളുടെ വീട്ടിൽ എനിക്ക് ഇടമുണ്ടോ? വലിഞ്ഞു കയറി വരികയല്ല, ബലം പ്രയോഗിച്ച് അകത്ത് വരത്തില്ല. ചോദിക്കുകയാണ്, ഇടമുണ്ടോ നിന്റെ വീട്ടിൽ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയണം, അതെ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ നിനക്കിടമുണ്ട്. ഇന്ന് പലരുടെയും ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം പരിശുദ്ധാത്മാവിനിടമില്ല. ചോദിക്കുകയാണ്, എനിക്കിടമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇടമുണ്ട്. ഇവൾ ഓടി വീട്ടിൽ ചെന്നു വീട്ടുകാരോട് പറയുക ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ അവിടെ വായിക്കുന്ന ഒരു വിഷയം, ഇവളുടെ മൂക്കിലെ മൂക്കൂത്തിയും കൈകളിലെ വളയും ഇവൾ പറഞ്ഞ വാക്കുകളും കൂടെ കേട്ടപ്പോഴാണ് ലാബാൻ ഓടി വന്നത് കാണാൻ. കണ്ടു, ഇവളുടെ വാക്ക് കേട്ടു. വാക്ക് മാത്രമല്ല, കണ്ടു. പറയുന്ന വാക്കുകൾ മാത്രം പോരാ, ജീവിതത്തിലൂടെ കാണാനും ചിലതുണ്ടായിരിക്കണം. എങ്കിലേ മറ്റുള്ളവർ ഈ അനുഭവത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ചിലർക്ക് വാക്ക് മാത്രമേ ഉള്ളൂ, കാണാനൊന്നുമില്ല. റിബേക്കായെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറയുന്നു, അവളുടെ മൂക്കിലെ മൂക്കുത്തിയും കൈകളിലെ വളയും അവൾ പറഞ്ഞ വാക്കും കേട്ട് അത് കണ്ടപ്പോൾ ലാബാൻ ഓടി വന്നു. ദൈവത്തിന് സ്തോത്രം. വന്നിട്ട് വിളിക്കുകയാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തിനു പുറത്തു നിൽക്കുന്നു? അകത്ത് വരിക. സ്വീകരിക്കുന്നു അകത്തേക്ക്. ദൈവത്തിന് സ്തോത്രം. അകത്തിടമുണ്ടായി, വീട്ടിലിടമുണ്ടായി. നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. പിറ്റേന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം, എലയാസർ പറയുകയാണ്, എൻ്റെ യജമാന്റെ അടുക്കലേക്ക് എനിക്ക് മടങ്ങിപ്പോവാൻ സമയമായി. ഞാൻ വന്ന ഉദ്ദേശം സാധിച്ചിരിക്കുന്നു, എനിക്ക് മടങ്ങിപ്പോവാൻ നേരമായി, എന്നെ അയക്കണം. ദൈവത്തിന് സ്തോത്രം. ലാബാനും റിബേക്കയുടെ അമ്മയും പറയാണ്, ബാലെ ഒരു 10 ദിവസം കൂടെ താമസിക്കട്ടെ. ഈ ലോകം പറയുന്നത്, ലോകത്തിലുള്ളവരും പറയുന്നത് ഒരു 10 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നാ പറയുന്നത്. 10 ദിവസം കൂടെ പറയാണ്, ഒരു 10 ദിവസം കൂടെ. എന്നാൽ റിബേക്കായ്ക്ക് 10 ദിവസം കൂടി ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ലാബാന്റെ സ്ഥാനത്ത് നിന്നല്ല ചോദിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഒരു 10 ദിവസം കൂടി ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എൻ്റെ പൊന്നു ഭാഷയെ 10 അല്ല, ഈ അടുത്ത സമയത്തെങ്ങും ഇവിടുന്ന് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരിക്കും പലർക്കും പറയും. എനിക്കിപ്പോ 89 വയസ്സുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് ദീർഘായുസ് കിട്ടാൻ. 89 വയസ്സുള്ള അപ്പച്ചന്റെ ആഗ്രഹം ദീർഘായുസ്. 92 വയസ്സുള്ള അമ്മച്ചിയുടെയും
ദൈവദാസനെ കാണുമ്പോൾ ഉള്ള പ്രാർത്ഥന പറയാണ്, ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കിനി ഒരു 10 കൊല്ലം കൂടെ ഇവിടെ താമസിക്കണം. ചോദിക്കുകയാണ്, 10 ദിവസം കൂടെ ഇവിടെ പാർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ റിബേക്കയോട് ഇവർ ഓടിച്ചെന്ന് പറയുകയാണ്, ചോദിക്കുകയാണ്, ഞങ്ങളൊന്ന് പോയി ചോദിക്കട്ടെ റിബേക്കയോട്, അവളുടെ മറുപടി എന്താണെന്ന് കേൾക്കട്ടെ. ഈ ചോദ്യവുമായിട്ടാണ് ലാബാനും റിബേക്കയുടെ അമ്മയും കൂടെ വന്ന് ചോദിക്കുകയാണ്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നു? നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ഇന്ന് രാത്രി വേളയിൽ ഇതേ ചോദ്യമാണ് നിങ്ങളോടും ചോദിക്കാനുള്ളത്. ഈ പുരുഷനോടുകൂടെ പോകാൻ നിങ്ങൾ തയ്യാറാണോ? ഏതാ ഈ പുരുഷൻ? ഇറങ്ങി വന്ന പുരുഷൻ, കടന്നു വന്ന പുരുഷൻ, അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്ന പുരുഷൻ, നമ്മുടെ പിതാവിന്റെ അടുക്കൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ചോദിക്കാതെ പോകാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, നടത്തിപ്പാണെങ്കിൽ പോകാം എന്നൊന്നും അവള് പറഞ്ഞില്ല. ഒരൊറ്റ അടിക്ക് ചാടിക്കേറി പറഞ്ഞു, ഞാൻ പോകുന്നു. ഒരൊറ്റ പറച്ചിൽ, ഞാൻ പോകുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? ദൈവത്തിന് സ്വന്തം. എലയാസർ ആ വീട്ടിൽ പാർക്കുമ്പോഴൊക്കെ ഒരു ദീർഘമായ പ്രസംഗവും ബൈബിൾ ക്ലാസും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എലയാസറിന്റെ പ്രസംഗം മുഴുവൻ അബ്രഹാമിന്റെ ഭവനത്തെ കുറിച്ചായിരുന്നു. മാത്രമല്ല, അബ്രഹാമിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ കുറിച്ചും അബ്രഹാമിന്റെ വീട്ടിലെ സമ്പത്തിനെ കുറിച്ചും ആ രാത്രി മുഴുവൻ പഠിപ്പിച്ചു, മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവും പറയുന്നത് ഒരു പിതാവിന്റെ ഭവനമുണ്ടെന്നാ. ആ ഭവനത്തെ കുറിച്ച് രാപ്പകൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു സ്നേഹവാനായ പിതാവുണ്ട്. ആ പിതാവിന്റെ ഏകജാതനായ പുത്രൻ അവിടെ ഉണ്ട്. അവരുടെ ഒരു മണവാളൻ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുത്രനെ കുറിച്ചുള്ള വർണ്ണന കേട്ട് ആകർഷിക്കപ്പെട്ട റിബേക്ക അതിനാൽ ആകർഷിക്കപ്പെട്ട് പറയുകയാണ്, ഞാൻ പോകുന്നു, ഉടൻ പോകുന്നു, ഉടൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നാൾക്കുനാൾ പിതാവിന്റെ ഭവനത്തെ കുറിച്ചും പിതാവിനെ കുറിച്ചും നമ്മുടെ മണവാളനായ ക്രിസ്തുവിനെ കുറിച്ചും ആഴമേറിയ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് കേട്ടാകർഷിക്കപ്പെട്ട് ദൈവസഭ പറയുകയാണ്, എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമോ? ഞാൻ ഇപ്പോഴേ പോകാൻ തയ്യാറാണ്, ഇപ്പോഴേ പോകാൻ തയ്യാറാണ്. ദൈവത്തിന് സ്വന്തം. അവൾ പോയി. കൂടെ ദാസിമാരും. ഒരു വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. റിബേക്കായും ദാസിമാരും കൂടെ പോയി. ദൈവത്തിന് സ്വന്തം പോയി. പക്ഷെ റിബേക്ക മാത്രമേ മണവാട്ടിയായുള്ളൂ. ഇസഹാക്കിന്റെ ഭാര്യയായത് റിബേക്ക മാത്രം. ഒത്തിരി പോകുന്നുണ്ട് ഇന്ന് പലരും. ഞാനും ഉണ്ടെന്നും പറഞ്ഞൊക്കെയാ പോകുന്നത്. അഭിഷേകം പ്രാപിച്ച്, കൈയടിച്ച്, പാട്ടുപാടി, അന്യഭാഷ പറഞ്ഞ്, പ്രവചിച്ച് ഒക്കെ പോകുന്നുണ്ട്. ദൈവത്തിന് സ്വന്തം. പക്ഷേ കാന്ത ഒന്ന് മാത്രമേ ഉള്ളൂ. റിബേക്ക മാത്രമേ ഇസഹാക്കിന്റെ ഭാര്യയായുള്ളൂ. ദൈവത്തിന് സ്വന്തം. പലരും വിചാരിക്കുന്ന എല്ലാം സഭയല്ലേ, അവിടെയും പാട്ടുണ്ട്, ഇവിടെയും കൈയടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ മണവാട്ടി ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഉത്തമ ഗീതത്തിൽ പഠിപ്പിക്കുന്നത്, 60 രാജ്ഞിമാർ, 80 വെപ്പാട്ടികൾ, അസംഖ്യം കന്യകമാർ, എന്നെ പ്രാവും നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. ഇവർ കടന്നു പോവുകയാണ്. ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്തേക്ക് വരുന്നു. ദൈവത്തിന് സ്വന്തം. നോക്കിയപ്പോൾ ഒട്ടകപ്പുറത്ത് കയറി വരുന്ന ഒരു കൂട്ടത്തെ കാണുകയാണ്. റിബേക്ക ചോദിക്കുന്നു, ആ കാണുന്ന പുരുഷൻ ഏതാ? എന്റെ യജമാനൻ. ഉടനെ റിബേക്ക ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി മുഖം മൂടി ഇസഹാക്കിന് ഭാര്യയായി തീർന്നു. അവൻ വെളിപ്രദേശത്തേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് തന്റെ സഭയെ ഒരുക്കി മധ്യാകാശത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുസഭയെ ചേർത്ത് പിതാവിന്റെ അടുക്കലേക്ക് സിംഹാസനത്തിലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4:16 വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. പിതാവിന്റെ അടുക്കൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് തന്റെ തിരുസഭയെ ഒരുക്കി യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി നിർത്തും. യേശുവും സഭയും കൂടെ പിതാവിന്റെ വലഭാഗത്തേക്ക് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ആ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം പ്രസക്തമാണ്. നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ? കണ്ണുകളെ അടയ്ക്കാൻ, മുഴക്കാൻ മടക്കാൻ. 2 വിഷയങ്ങൾ. ദൈവത്തിന് സ്തോത്രം.
നിങ്ങളുടെ വീട്ടിൽ എനിക്കിടമുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുക. എലയാസർ ചോദിക്കുന്ന റബേക്കയോട്, നിന്റെ വീട്ടിലിടമുണ്ടോ? നിങ്ങളുടെ വീട്ടിലിടമുണ്ടോ? രാത്രിയിലും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഇടമുണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു, ശരിയാണ്. പക്ഷെ പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ഇടമില്ല. പൂർണ്ണമായ ഒരു ഇടമുണ്ടായിട്ടില്ല പലരുടെയും ജീവിതത്തിൽ. ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവ്, നിന്റെ ജീവിതത്തിൽ എനിക്ക് പൂർണ്ണമായ ഇടമുണ്ടോ? മറുപടി നിങ്ങൾ പറയണം, അതെ, എന്റെ ജീവിതത്തിൽ ഇടമുണ്ട് നിനക്ക്. ഇന്ന് രാത്രി വേളയിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടമുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടമുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഒരിടമൊരുക്കി കൊടുക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പിതാവിനെ കുറിച്ച്, പിതാവിന്റെ ഭവനത്തെ കുറിച്ച്, ആ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച്, അവിടെയുള്ള മഹാസമ്പത്തിനെ കുറിച്ച് ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം ആകർഷിക്കപ്പെടുന്നു, ആ പിതാവിന്റെ ഭവനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ആ മണവാളനിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ആ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എങ്കിലും പുറകോട്ട് വലിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു 10 ദിവസം കൂടെ ഇവിടെ നിന്നുകൂടായോ? എന്നാൽ പിതാവിനെ കുറിച്ചും പിതാവിന്റെ ഭവനത്തെ കുറിച്ചും കേട്ട് ആ വാക്കുകളാൽ ആകർഷിക്കപ്പെട്ട റിബേക്ക പറയുകയാണ്, ഇല്ല, 10 ദിവസമില്ല, ഒരു ദിവസമില്ല, ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുന്നു, ഈ പുരുഷനോട് കൂടെ പോകുന്നു. നമുക്കും ഇന്ന് രാത്രിയിൽ പറയാം, ഞാൻ എന്റെ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നു, പരിശുദ്ധാത്മാവിനോട് കൂടെ പോകുന്നു, എന്റെ മണവാളന്റെ അടുക്കലേക്ക് പോകുന്നു. അവന്റെ കാന്തയായി തീരുവാൻ, നിർമ്മല കന്യകയായി, അതിസുന്ദരിയായ കാന്തയായി, വിശുദ്ധ സഭയായി. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും മുഴക്കാൽ മടക്കി, എല്ലാവരും കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും പരിശുദ്ധാത്മാവിന് ഒരിടമുണ്ടാകട്ടെ, ഒരിടമുണ്ടാകട്ടെ, ഒരിടമുണ്ടാകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ ഒരിടമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം. പലരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടെങ്കിലും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എങ്കിലും ആത്മാവിനെ കെട്ടിവെച്ചിരിക്കുകയാണ്, ആത്മാവിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആത്മാവിനെ ബന്ധിക്കരുത്, നിങ്ങൾ ആത്മാവിനാൽ ബന്ധിക്കപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടട്ടെ. നിങ്ങൾ ആത്മാവിനെ ബന്ധിക്കുകയല്ല, നിങ്ങൾ ആത്മാവിനെ നിയന്ത്രിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കട്ടെ. ഓരോ ഹൃദയങ്ങളിൽ ഇടമുണ്ടാകട്ടെ, ശരീരങ്ങളിൽ ഇടമുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങളുടെ ആത്മാവിൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവ ശബ്ദം നിങ്ങളുടെ കാതിൽ മുഴങ്ങും. പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ വീഴും. മണവാളനായ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് ഉള്ളിൽ വീഴട്ടെ. ഹല്ലേലൂയ. എല്ലാവരും വായ തുറപ്പേൻ, ദൈവത്തെ സ്തുതിപ്പേൻ, അന്യഭാഷകളിൽ സംസാരിപ്പേൻ, ദൈവശക്തിയാൽ നിറയപ്പെടുവേൻ. ദൈവാത്മാവിന് ഇടമുണ്ടാകട്ടെ ഇന്ന് രാത്രിയിൽ, ദൈവാത്മാവിന് ഇടമുണ്ടാകട്ടെ ഓരോ വ്യക്തികളിലും, ദൈവസഭയിൽ ഇടമുണ്ടാകട്ടെ, ഓരോ കുടുംബങ്ങളിൽ ഇടമുണ്ടാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ഇന്ന് രാത്രിയിൽ നാം സ്വാഗതം ചെയ്യണം. കടന്നു വരിക പരിശുദ്ധാത്മാവേ, എന്നിൽ ഞാൻ ഇടമൊരുക്കുന്നു. എന്റെ ഹൃദയത്തിൽ ശക്തമായി ക്രിയ ചെയ്യണമേ, എന്റെ ശരീരത്തിൽ ശക്തമായി ക്രിയ ചെയ്യണമേ. ഞാൻ ഇടമൊരുക്കുന്നു ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഞാൻ ഇടമൊരുക്കുന്നു, ഞാൻ ഇടമൊരുക്കുന്നു. ഓ ശക്തിയായി വരണമേ, ശക്തിയായി ക്രിയ ചെയ്യണമേ, ശക്തിയായി ക്രിയ ചെയ്യണമേ. എന്റെ ശരീരത്തിൽ വ്യാപരിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ ഉയർപ്പിക്കണമേ, എന്നെ ജീവിപ്പിക്കണമേ.